എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം മേടക്കൂറുകാരുടെ അശ്വതി, ഭരണി, കാർത്തിക കാല് വരുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ്, ഗുണാണോ ദോഷാണോ എന്നൊക്കെ നോക്കിയാലോ. പൊതുവിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഭേദപ്പെട്ട ഒരു വർഷമായിരിക്കും. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം സംഭവിക്കുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് തലപൊക്കുന്ന ചെറിയ ചെറിയ അസ്വസ്ഥതകൾ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. മാനസികമായിട്ട് വളരെയധികം സന്തോഷങ്ങൾ, ഉല്ലാസയാത്രകൾ, അതുപോലെ തന്നെ നമുക്ക് വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള യോഗങ്ങൾ ഒക്കെ ഉള്ള ഒരു വർഷം കൂടിയാണ്. ആരെയും വിമർശിക്കാനൊന്നും പോവാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ തിരുത്തി പറഞ്ഞ് അവരെ നല്ല വഴിക്കൊന്നും നയിക്കാൻ അധികം ഈ വർഷം നടക്കാതിരിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. കാരണം അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് അത് നമ്മൾ പറയുന്ന സെൻസിൽ അവരെടുക്കണമെന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളും വിഷമതകളൊക്കെ അത് നമ്മൾക്ക് ഉണ്ടാക്കും. അപ്പം അന്യരുടെ കാര്യങ്ങളിൽ അധികം ഇടപെട്ട് നമ്മുടേതായ നല്ല സമയം ടെൻഷനാക്കി വെക്കാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ. ആരോഗ്യ കാര്യങ്ങളിൽ സൂക്ഷിക്കണമെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ദിനചര്യ പാലിക്കുന്നവർക്ക് യാതൊരു രീതിയിലുള്ള ക്ലേശഫലങ്ങളും ഈ വർഷം ഉണ്ടാവുകയുമില്ല. കൃത്യസമയത്ത് ഉറങ്ങുക, ആഹാരം കഴിക്കുക, എക്സസൈസുകൾ ചെയ്യുക, യോഗ, മെഡിറ്റേഷൻ പോലെയുള്ളവയൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ല ഗുണഫലങ്ങൾ തന്നെയായിരിക്കും ഈ വർഷമുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ നമ്മളൊന്ന് ടെൻഷൻ ആവേണ്ടത് ആരോഗ്യകാര്യത്തിൽ തന്നെയാകും. അപ്പോൾ ആ ഒരു വിഷയം നമുക്ക് സോൾവ് ആകുമ്പോൾ തന്നെ നമുക്ക് ഈ വർഷം വളരെ സക്സസ് ആയി എന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടൊക്കെ വിജയങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. തൊഴിലിനൊക്കെ ശ്രമിക്കുന്നവർ അതിന് വേണ്ടുന്ന വഴികളിൽ കൂടി പോകുമ്പോൾ ഇപ്പോൾ കുറേ വർഷങ്ങളൊക്കെ ആയിട്ട് നോക്കിയിട്ട് നടക്കുന്നില്ല എങ്കിൽ നമ്മൾ ആ ഇറങ്ങുന്ന വഴി കറക്റ്റാണോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം കറക്റ്റാണോ, കുറച്ചും കൂടി ഡെവലപ്പായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കാണേണ്ടതുണ്ടോ, അല്ലെങ്കിൽ കുറച്ചും കൂടി എന്തെങ്കിലും ഹയർ സ്റ്റഡി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നും കൂടി ഒന്ന് നോക്കുക കേട്ടോ. കാരണം പഠിത്തത്തിന് ആനുപാതികമായിട്ടല്ല എങ്കിൽ കുറച്ചും കൂടി നമ്മൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരു ജോലിയും വരുമാനവും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും. അതുപോലെ വളരെ വേണ്ടപ്പെട്ടവർ തന്നെ ശത്രുക്കളാകാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും നിരൂപിക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത ആൾക്കാർ, വളരെ അനുകൂല ഭാവത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർ, അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നവരൊക്കെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുകയോ അല്ലെങ്കിൽ ഭാഷയിലോ പ്രവൃത്തിയിലോ ഒക്കെ നമുക്കത് ഫീൽ ചെയ്യാനും സാധ്യതയുള്ള ഒരു വർഷമാണ്. അത് പ്രത്യേകം സൂക്ഷിക്കണം. അതുകൊണ്ട് വാക്കുകൾ വളരെ സൂക്ഷിച്ച് വളരെ അളന്ന് തിട്ടപ്പെടുത്തി ഉപയോഗിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും അഭികാമ്യം. പിന്നെ നമ്മൾക്ക് പറയാനുള്ളത്, വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യയിലൊക്കെ കുറച്ചും കൂടി ഒന്ന് ഉത്സാഹിച്ച് പ്രവർത്തിക്കുന്നത്, പഠിക്കുന്നത് നമുക്ക് കൂടുതൽ ഫലത്തെ പ്രദാനം ചെയ്യും. ചിലപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് ഗുണം കിട്ടാത്ത വർഷങ്ങളും വരാറുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. നമ്മൾ പഠിച്ചെന്നാൽ, നമ്മൾ അധ്വാനിച്ചാൽ, നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം കുറേ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. കാരണം കുറേ നല്ല ഫലങ്ങൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ നമുക്ക് ആ നല്ല ഫലങ്ങളിലേക്ക് എത്താൻ എത്ര പേർക്ക് സാധിച്ചു എന്നറിയില്ല. എങ്കിലും അതിൻ്റെ ബുദ്ധിമുട്ടുകളെയൊക്കെ ഒന്ന് പരിഹരിച്ചുകൊണ്ട് ഈ വർഷം കുറച്ചും കൂടി നല്ല ഈശ്വര പ്രാർത്ഥനയോട് കൂടി, അല്ലെങ്കിൽ ദൈവ വിചാരത്തോടു കൂടി ഏതൊരു കാര്യത്തിനിറങ്ങുമ്പോഴും ദൈവമേ എന്ന് മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ആഴത്തിൽ ചിന്തിച്ച് പ്രാർത്ഥിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങളിലൊക്കെ വിജയം നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ. വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ ജോലി തേടുന്നവർക്ക് ഒക്കെ നല്ല സമയം തന്നെയാണ്. അതുപോലെ ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്ക് പ്രമോഷനും അല്ലെങ്കിൽ പ്രമോഷനോട് കൂടിയുള്ള സ്ഥലം മാറ്റങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾക്ക് സർജറി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വേണ്ടവർ ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും ഭയന്നിരിക്കാതെ കണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഒരു അസുഖം വന്നാൽ ട്രീറ്റ്മെൻറ്റ് എത്രയും വേഗം ചെയ്യണം. ഒരുപാട് വെച്ച് താമസിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. അത് നമുക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങളും ആരോഗ്യ ക്ലേശങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി തരും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കുക കൂടി വേണം കേട്ടോ. പിന്നെയുള്ളത്, വീട് പണിയുക അല്ലെങ്കിൽ പുതിയ ഭൂമി വാങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നവർക്ക് ശ്രമിച്ചെന്നാൽ ഈ വർഷം ഇതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന
ഈ മേടക്കൂറുകാർക്ക് പലപ്പോഴും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ കേൾക്കേണ്ടതായിട്ടും വരാം. അത് ഈ വർഷം പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക കൂടി വേണം കേട്ടോ. നമ്മൾ ഓടിപ്പാഞ്ഞ് നടന്ന് നമ്മുടെ സമയം വേസ്റ്റാക്കി, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ആഴത്തിലിറങ്ങി ശ്രമിച്ചു കഴിയുമ്പോൾ ലാസ്റ്റ് ചിലപ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തിക്ക് ഒരു വാല്യൂവും ഇല്ലാത്ത സംഭാഷണങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ കേൾക്കേണ്ടതായിട്ട് വരും. വളരെയധികം ക്ഷമയുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതെ അങ്ങ് പോകും. അതല്ല എങ്കിൽ ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ വർഷം പെട്ടെന്ന് അങ്ങനെ വലിയ ക്ഷമയൊന്നും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുകയൊക്കെ ചെയ്താൽ അത് മറ്റവർക്ക് ഒരു വിഷമമാവുകയും അല്ലെങ്കിൽ പരസ്പരമുള്ള ആ ഒരു ബന്ധം തന്നെ അറ്റുപോകാനും സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് പ്രത്യേകം സൂക്ഷിക്കുക കൂടി ചെയ്യണം. പിന്നെ നമുക്ക് പറയാനുള്ളത്, വിവാഹത്തിനൊക്കെ വേണ്ടി ശ്രമിക്കുന്നവർക്ക് വിവാഹ കാര്യങ്ങളിലൊക്കെ ശ്രമിച്ചെന്നാൽ അത് വളരെ നല്ല രീതിയിൽ നടക്കുന്നതിനും അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നതിനും ഒക്കെ സാധ്യതയുള്ള വർഷമാണ്. പക്ഷെ പങ്കാളികൾ തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നതിനും അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും രണ്ടുപേരും പ്രത്യേകം കരുതലും ശ്രദ്ധയും എടുക്കേണ്ടത് ആവശ്യം കൂടിയാണ്. കാരണം നമ്മളൊരു ബന്ധം മുന്നോട്ട് എങ്ങനെയും കൊണ്ടുപോയേ പറ്റൂ, അല്ലെങ്കിൽ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്നവർ തീർച്ചയായിട്ടും രണ്ടുപേരും വിട്ടുവീഴ്ച മനോഭാവവും അതുപോലെ തന്നെ വളരെ ക്ഷമയും സഹനശക്തിയോടും കൂടി നടന്നെങ്കിൽ മാത്രമാണ് അത് കുഴപ്പം കൂടാതെ മുന്നോട്ട് കടന്നു പോവുകയുള്ളൂ കേട്ടോ. അതല്ല അതിൽ ഒരാൾ വിചാരിക്കുകയാണ് ഇത് വേണ്ട, അല്ലെങ്കിൽ ഞാൻ മടുത്തു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മളതിന് പ്രതികരിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും വലുതാകുന്നതിനും അല്ലെങ്കിൽ നമ്മൾ നിരൂപിക്കാത്ത അവസ്ഥയിലേക്ക് പോകുന്നതിനും മാനസികമായിട്ട് നമ്മളെ ഒന്ന് വിഷമിപ്പിക്കുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു വർഷമാണ്. എന്നിരിക്കലും ഭയക്കേണ്ടതൊന്നുമില്ല. കൃത്യമായ രീതിയിൽ നിഷ്ഠയോടുകൂടി അവനവൻ്റെ ആചരണം അനുസരിച്ചുള്ള ഈശ്വര പ്രാർത്ഥന കൊണ്ട് ഈ പ്രശ്നങ്ങളെയൊക്കെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് അങ്ങ് അതിജീവിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ആർക്കും ക്രിയവിക്രയങ്ങൾ കൊടുക്കൽ വാങ്ങലുകളൊക്കെ നമ്മൾ ഒന്ന് കരുതലോടെ വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് ചെന്ന് പെടാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട് കേട്ടോ. ഈ പറയുന്നതെല്ലാം നിങ്ങൾ പെടും എന്നല്ല, പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് ഈ പറയുന്നത്. പോകുന്ന വഴിയിലൊരു കുഴിയുണ്ടെങ്കിൽ ആ വഴിയിൽ കുഴിയുണ്ട് കേട്ടോ, ഒന്ന് നോക്കി പൊക്കോളൂ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ഇതിലെടുത്താൽ മതി. കാരണം സാധ്യതയുണ്ട്, ആ സാധ്യതയിൽ ചെന്ന് ചാടിയിട്ട് ഞാൻ പെട്ടേ എന്ന് ചിന്തിക്കാതെ അങ്ങനൊരു വിഷയം വരുമ്പോൾ തന്നെ എനിക്ക് ഈ വർഷം അത്ര ശരിയല്ലല്ലോ, ഞാൻ ചെന്നത് പെട്ടുപോയാൽ ഒരു പക്ഷേ എനിക്ക് എൻ്റെ സാമ്പത്തികം തിരിച്ചു കിട്ടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് പിന്മാറാനുള്ള ഒരവസരമുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും അത് സാധിക്കണമെന്നുമില്ല കേട്ടോ. ചില സ്ഥലത്ത് നമുക്ക് നോ പറയാൻ പറ്റാതെ വരും, കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ടും നമ്മൾ ചിലപ്പം മൗനം ഭരിക്കേണ്ടതായിട്ടും വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളല്ല ഞാൻ പറഞ്ഞത്, അല്ലാതെ എന്തെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളല്ലേ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒരു കൈപ്പാങ്ങ് അകലെ നിർത്തുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. കാരണം നമ്മുടെ സാമ്പത്തികം എന്ന് പറയുന്നത്, നമ്മൾ ധനം എന്ന് പറയുന്ന ലക്ഷ്മിയാണ്. അപ്പോൾ അത് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടത് തന്നെയാണ്. ഓരോ രൂപയ്ക്കും അതിന് വാല്യൂ ഉണ്ട് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് അത് കൊടുത്തിട്ട് ഒരു ശത്രുവിനെ കൂടി സമ്പാദിക്കാതിരിക്കാൻ പ്രത്യേകം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും കേസ് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നവർക്ക് വിജയസാധ്യതയുള്ള വർഷമാണ്. നമുക്കതിൽ വിജയിക്കുന്നതിനും അല്ലെങ്കിൽ അതിൽ നിന്നുള്ള പെട്ടെന്നുള്ള അനുകൂല അവസ്ഥകളൊക്കെ ഉണ്ടാവാനും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സഹായങ്ങൾ പല സ്ഥലത്തുനിന്ന് വന്നു ചേരാനും ഒക്കെ സാധ്യതയുണ്ട് കേട്ടോ. ദുർഗാദേവിക്ക് മാല സമർപ്പിക്കുക, അല്ലെങ്കിൽ കൃഷ്ണന് പാൽപ്പായസം സമർപ്പിക്കുക, തുളസിമാല അല്ലെ തൃക്കൈ വെണ്ണ ഒക്കെ നടത്തുന്നത് നമുക്ക് ഈ വർഷം ദുരിതഫലങ്ങളെ ഒന്ന് ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ നല്ല ഒരു വഴിപാടാണ് കേട്ടോ. പിന്നെ എന്നും കരുതി നമ്മളിപ്പോൾ ഒരു ശിവഭക്തനാണെങ്കിൽ നമുക്ക് ശിവങ്കൽ ചെയ്യാൻ പറ്റും. അതല്ല നമ്മൾ യേശുവിനെയാണ് ഭജിക്കുന്നതെങ്കിൽ അവിടെ പള്ളിയിൽ പോകുമ്പോൾ ആ പള്ളിയിലെ വഴിപാട് ചെയ്യുക. അപ്പോൾ നമ്മളൊരു കോമൺ ഫലം അങ്ങ് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അയ്യോ ഞാനത് ചെയ്യത്തില്ല അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല ദേവനെ എന്നൊന്നും പറയണ്ട, ചിന്തിക്കേണ്ട. അവനവൻ്റെ ആചരണം അനുസരിച്ചുള്ള അവനവൻ്റെ ഇഷ്ടദേവന് തന്നെ നമുക്ക് വഴിപാടുകൾ ചെയ്യാം കേട്ടോ. അതിനങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്താണോ മനസ്സ് ഏകാഗ്രമായിട്ട് കുറച്ച് സമയം ഒരു ഈശ്വരം അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി വൈബ് നമ്മളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് വീട്ടിൽ മെഡിറ്റേഷൻ യോഗയൊക്കെ ചെയ്ത് മനസ്സിനെ ഒന്ന് കൺട്രോൾ ആക്കിയിട്ട് ഒരു മൈൻഡ് പവർ ചെയ്താലും നമുക്കിതൊക്കെ സാധിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക.
മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, സങ്കടങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമെങ്കിലും അതിനെയെല്ലാം ഓവർകം ചെയ്യാനുള്ള വഴികളും നമുക്ക് തേടിയെത്തുക തന്നെ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ പിതൃസ്വത്ത് അല്ലെങ്കിൽ പിതാവിൽ നിന്നൊക്കെ സ്വത്ത് മുതൽ നമ്മുടെ കൈവശം എത്തിച്ചേരാനും അത് നമുക്ക് അനുഭവവേദ്യമാകാനും ഒക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. ഒരുപാട് സുഹൃത്തുക്കളും അല്ലെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ എനിക്ക് ആരുമില്ല എന്ന് ചിന്തിക്കുന്ന പല സന്ദർഭങ്ങളും ഈ വർഷം വന്നു ചേരാൻ സാധ്യത കൂടി കാണുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഇതിനകത്ത് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് നമുക്ക് അതിന് വരുന്ന പ്രശ്നങ്ങളെ മാത്രമാണ്. അതുകൊണ്ട് ഈ വർഷം എനിക്കിനി മൊത്തം പ്രശ്നമാണ് എന്ന് ചിന്തിക്കാതെ വളരെ നല്ല ഗുണഫലങ്ങളും നമുക്ക് ഈ വർഷം തേടിയെത്തുന്നുണ്ട്. വിവാഹം നടക്കാനുള്ള യോഗമുണ്ട്, സന്താന യോഗമുണ്ട്, ജോലി, പഠനം, അതുപോലെ തന്നെ പുതിയ സ്ഥലം, വീട്, വാഹന യോഗം, വിദേശ യോഗം, ഇങ്ങനെ ഒരുപാട് യാത്രാസുഖങ്ങൾ ഇതെല്ലാം നേടിയെടുക്കുന്നതിനുള്ള യോഗം കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ ചുരുക്കിൽ പറഞ്ഞാൽ ഒരു 80% നല്ലതും ഒരു 20% നമുക്ക് ചീത്തയും പറയാവുന്ന ഒരു വർഷമാണ് ഈ മേടക്കൂറുകാർക്ക്. അപ്പോൾ ആ 20% എന്നുള്ളത് 0 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും ബാക്കി നമ്മളൊന്ന് മുൻകൂട്ടി കണ്ട് ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ വളരെ നല്ല രീതിയിൽ ഈ വർഷം നമുക്ക് വിജയത്തിലേക്ക് എത്തുന്നതിനും അല്ലെങ്കിൽ വിജയിച്ച് മുന്നേറുന്നതിനും ഒക്കെ സാധിക്കും കേട്ടോ. എടവക്കൂറിന് എങ്ങനെയാണ് കാർത്തിക മുക്കാല്, രോഹിണി, മകരം അര വരുന്ന ഈ കൂറുകാർക്ക് നല്ലതാണോ ചീത്തയാണോ, എങ്ങനെയാണ് രക്ഷപ്പെടുമോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലേ. കഴിഞ്ഞ വർഷം നമുക്ക് നല്ലതല്ലായിരുന്നോ? നല്ലതായിരുന്നു എന്ന് പറയുന്നതിൽ കൂടുതൽ ആൾക്കാർ മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മാത്രം തെറ്റാണ് കേട്ടോ. കാരണം ഈ വർഷവും നമുക്ക് വളരെ നല്ല അനുകൂല ഫലങ്ങളൊക്കെ തന്നെയാവും ഉണ്ടാവുക. പേര്, പ്രശസ്തി, അംഗീകാരങ്ങൾ, അതുപോലെ തന്നെ പൊതുജന മധ്യങ്ങളിൽ നമുക്ക് സ്ഥാനമാനങ്ങൾ ഒക്കെ ഉണ്ടാവാൻ യോഗമുള്ള ഒരു വർഷമാണ്. ആരെയും നമുക്ക് ഏതൊരു കാര്യത്തിനും നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ, ഇപ്പോൾ ഒരു ജോലി ആയിക്കോട്ടെ, പഠനമായിക്കോട്ടെ ഒക്കെ സാധിക്കുന്ന ഒരു വർഷമാണ്. ഇപ്പോൾ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ സഹോദരങ്ങളാണെങ്കിലും അപ്പോൾ അവരൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അതിന് മുന്നിൽ നമ്മളും കൂടി ഇറങ്ങിയാൽ ആ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് വിജയിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ വിജയിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഏറെ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ ഈ വർഷം അതിനുവേണ്ടി ഊർജിതമായിട്ടൊന്ന് ഇറങ്ങിയാൽ നമ്മൾക്കതിൽ വിജയം കാണുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും യാതനകളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ചു. ഇനി അനുഭവിക്കാനൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരായിരിക്കും കൂടുതലും ഈ ഇടവക്കൂറുകാർ. ആരോടും പരാതിയൊന്നുമില്ലാതെ, ആരോടും പരിഭവങ്ങളില്ലാതെ, അല്ലെങ്കിൽ ആരോടും പ്രത്യേകിച്ച് ഒരു ഇതിനും പോവാതെ കണ്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും ഈ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ. അത് വെച്ച് നോക്കുമ്പോൾ ഈ വർഷം നമുക്ക് വളരെ സുഖമായിരിക്കും കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ ഏതൊരു കാര്യവും ഒരു ഈശ്വര സ്മരണയോടുകൂടി അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ആരുമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ നമുക്കൊരു സങ്കല്പം കൊടുത്ത് പ്രാർത്ഥിച്ച് ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും അതിനെല്ലാം വൻ വിജയം നേടുന്നതിനും സാമ്പത്തികമായ പുരോഗതിയും അഭിവൃദ്ധിയും അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളും ഒക്കെ നേടിയെടുക്കുവാനും സാധിക്കും. ഒരു പരിധിവരെയും സാമ്പത്തികമാണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം അല്ലേ. സാമ്പത്തികമുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഈ വർഷം നമ്മുടെ കഠിന അധ്വാനം കൊണ്ട്, കഠിന പ്രയത്നം കൊണ്ട്, കഠിന ശ്രമം കൊണ്ട്, ജോലിയുടെ കൃത്യമായ നീക്കങ്ങളും കൃത്യമായ ഐഡിയയും വെച്ചുള്ള പ്രവർത്തനം കൊണ്ട് വളരെ നല്ല മേന്മയുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ബിസിനസ്സുകാർക്കൊക്കെ വൻ പുരോഗതിയുള്ള വർഷമാണ് കേട്ടോ. ബിസിനസ് രംഗത്ത് നേട്ടങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ബിസിനസ് വിപുലീകരിക്കാൻ സാധിക്കുക, ഇങ്ങനെയുള്ളതായ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഈ ഒരു വർഷം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിലൊക്കെ ഒരൈക്യമുണ്ടാക്കുക, പങ്കാളികൾ തമ്മിലൊരു ഐക്യം ഉണ്ടാവുക, അതുപോലെ സന്താനങ്ങൾക്കൊക്കെ ശ്രേയസ് ഉണ്ടാവുക, സന്താനങ്ങളുടെ വിജയം അല്ലെങ്കിൽ ജോലിയിലുള്ള പുരോഗതി ഇതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണിത്. ആരെയും നമ്മൾ വെല്ലുവിളിക്കാതിരിക്കുക,
അല്ലെങ്കിൽ ആരോടും നമ്മൾ പോരിനിറങ്ങാതിരിക്കുക. കാരണം അതിനു വേണ്ടിയൊന്നും നമ്മൾ ഈ വർഷം സമയം കളയാൻ നിൽക്കണ്ട. അത്രയും സമയം കൂടി നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മൾ മുന്നോട്ട് ഒന്നും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പരിശ്രമിച്ചാൽ വളരെ നല്ല വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത്, വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നമുക്ക് ജലത്തിൻ്റെ ലഭ്യത, അതായത് ഒരു കിണർ അല്ലെ കുഴൽക്കിണർ ഒക്കെ വേണം, അല്ലെങ്കിൽ വെള്ളത്തിനൊരു ഇത് വേണം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവർക്ക് ഈ വർഷം ശ്രമിച്ചാൽ ജലലഭ്യതയ്ക്കുള്ള മാർഗങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ കിണർ കുത്താനോ അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക കുഴൽക്കിണറടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈപ്പ് വെള്ളമാണെങ്കിൽ പോലും അത് കിട്ടാത്തവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം അതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ. അതിനുവേണ്ടി ഒന്ന് ഇറങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പൊതുജന മധ്യത്തിൽ അംഗീകാരം ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക, ഇതും നമുക്ക് ഈ വർഷം വിഷുഫലം കൊണ്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആസൂത്രണ മികവ് കൊണ്ട് പുരോഗതിയും കലാകായിക മേഖലകളിൽ വിജയവും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കും. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും തലപ്പത്ത് നിൽക്കുന്ന ഇടവക്കൂറുകാർ അതിൽ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുകയും വരും വർഷത്തേക്ക് വേണ്ടുന്ന ഒരു അസറ്റ് കൂടി ഈ വർഷം അവർക്ക് സമ്പാദിച്ച് വയ്ക്കാനും സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ, ആരോടും വിഷമിപ്പിക്കാതെയൊക്കെ മുന്നോട്ട് ഈശ്വര പ്രാർത്ഥനയായിട്ട് നമ്മൾ ഇറങ്ങുക. അപ്പോൾ നമുക്ക് നല്ല വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ രോഗാവസ്ഥകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ മനപ്രയാസങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ചെറിയൊരു രോഗാവസ്ഥ വന്നാൽ പോലും അത് വെച്ച് താമസിപ്പിക്കാതെ എത്രയും വേഗം ഒരു വിദഗ്ധനെ കാണിച്ച് അതിന് വേണ്ടുന്ന ഔഷധങ്ങൾ സേവിക്കുന്നത് നമ്മുടെ ടൈം നമുക്ക് കളയാതെ പെട്ടെന്ന് നമ്മുടെ ഒരു അസുഖമാണെങ്കിൽ ഇപ്പോൾ അതിനു വേണ്ടി നമ്മൾ കുറച്ച് ദിവസം കളയാതെ നമുക്ക് പെട്ടെന്ന് അത് മാറ്റി നമുക്ക് അടുത്ത കാര്യങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കും. നമ്മൾ മടി പിടിച്ചിരുന്നിട്ട് ഇന്ന് വേണ്ട പറ്റത്തില്ല നാളെ ആവട്ടെ എന്നൊക്കെ പിടിച്ച് മടി പിടിച്ചിരുന്ന് ഇത് കൂടിയിട്ട് നമ്മൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുന്ന വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അതിന് വേണ്ടുന്ന ഔഷധങ്ങൾ കഴിച്ചതും കളഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തും സമാധാനമായിട്ട് നമുക്കിരിക്കാം എന്ന് ചിന്തിക്കുന്നതായിരിക്കും ഈ വർഷം ഈ ഇടവക്കൂറുകാർക്ക് ഏറ്റവും ബെറ്റർ കേട്ടോ. വളരെ ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടപ്പിലാക്കി വിജയിപ്പിക്കാനൊക്കെ യോഗമുള്ള വർഷമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ പറയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നല്ലതാണ്, പുരോഗതിയാണെന്നൊക്കെ പറയുമ്പോഴും അതിനൊരു ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതും കൂടി ആവശ്യമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവർ പതിവില്ലാതെ ഒരു ഉഴപ്പൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർ ഉഴപ്പാതെ കണ്ട് അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ മറ്റെങ്ങ് മാറിപ്പോവാതിരിക്കാനൊക്കെ നമ്മളൊരു കൂടുതൽ ഒരു കണ്ണ് ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ഇതുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുതിയ വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന വർഷമാണ്. വാഹനം അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ വിദേശ യോഗങ്ങൾ ഇതിനൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈസിയാണ്, നമ്മളതിന് വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ വിദേശത്തേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് കുറച്ചൊരു കാലതാമസങ്ങളും തടസ്സങ്ങളും ഒക്കെ വന്നാൽ പോലും അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാവും. കാര്യങ്ങളില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് എന്താണ് കാര്യമെന്ന് പോലും അറിയാൻ വയ്യാത്ത ചില പിരിമുറുക്കങ്ങൾ, ചില ടെൻഷനുകൾ, ചില വിഷമങ്ങളൊക്കെ നമുക്ക് കൂടെ ഉണ്ടാവും. പങ്കാളികൾ തമ്മിലൊന്നും വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. പിന്നെ ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ നമുക്ക് കടന്നു പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ചെറുതായിട്ട് അഗ്നിഭയമൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക. കാരണം നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ നമ്മുടെ സൂക്ഷ്മതയൊക്കെയാണ് അതിന് ആവശ്യമുള്ളൂ. അല്ലാതെ അതിന് നമ്മളിനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ബെറ്റർ സൊല്യൂഷൻ. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക വിജയങ്ങൾ, ഒരുപാട് സാമ്പത്തികം പല വഴിക്ക് നമ്മുടെ കൈവശം വന്നു ചേരാനും അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ അത് വിനിയോഗിക്കാനും, കാരണം കയ്യിൽ പൈസ വന്നു എന്നതുകൊണ്ട് കാര്യമില്ല, ആ പൈസ നമ്മൾ എങ്ങനെ വിനിയോഗിച്ചു, എങ്ങനെ ചിലവാക്കി എന്നതിനനുസരിച്ചായിരിക്കുമല്ലോ നമ്മുടെ റിസൾട്ട് വരിക. അപ്പം നമ്മൾ നല്ല രീതിയിൽ ആ പൈസ വിനിയോഗിക്കുന്നതിനും അതുവഴി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് വിവാഹമൊക്കെ താമസിച്ചിരിക്കുന്നവർക്ക് വിവാഹത്തിന് ശ്രമിച്ചാൽ നടക്കും. വളരെ ശ്രദ്ധയോടെ അന്വേഷിച്ച് വേണം നമ്മളതിലേക്ക് ഇറങ്ങാൻ എന്ന് മാത്രമേ ഉള്ളൂ. സന്താനയോഗമുള്ള വർഷമാണ്. ജോലി അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ എന്ത് തന്നെയായാലും അതെല്ലാം കരസ്ഥമാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ.
ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാലോചിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ നേടിയെടുക്കണം എന്ന് ചിന്തിച്ച് അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന ഒരു സമയത്തായിരിക്കും നമുക്ക് അതിലും വലിയൊരു ആവശ്യം വരിക. അപ്പം നമ്മൾ വിചാരിക്കും ഇതിലും ആവശ്യം എനിക്ക് അതാണല്ലോ, അപ്പം ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ അതിലേക്ക് മാറിപ്പോവാറുണ്ട് ചിലർ. അപ്പം അങ്ങനെയുള്ള ഇത് പോവാതെ നമ്മുടെ ലക്ഷ്യം എന്താണോ അതിൽ തന്നെ മുന്നോട്ട് ഉറച്ചു നിന്ന് പോയാൽ, അതായത് മനസ്സ് പതറിപ്പോവാതെ നമ്മൾ ഉറച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വിജയം, നല്ല നേട്ടങ്ങൾ, നല്ല പുരോഗതികൾ ഒക്കെ നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ സഹോദരങ്ങൾ അല്ലെ സഹോദരിമാരുടെയൊക്കെ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇവർക്കും ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ ക്ലേശങ്ങളൊക്കെ ഉണ്ടാവുന്നതും നമ്മുടെ മാർഗത്തിന് ചെറിയൊരു വിഘ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി, വളരെ കരുതലോടുകൂടി നമ്മൾ മുന്നോട്ട് നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ, വളരെ ചിന്തിക്കുന്നതിനും അപ്പുറം നമുക്ക് പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നതിനും നല്ല വിജയങ്ങൾ നേടിയെടുക്കുന്നതിനും നമുക്ക് ഈ വിഷു വർഷത്തിൽ നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നാൽ അതിനെന്തെങ്കിലും ഒരു കാരണമുണ്ടോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും നമുക്കൊരു ഭയം ഉണ്ടോ? ഇല്ലല്ലോ, നമ്മൾ അതിലും വലിയ പ്രശ്നങ്ങളെ അതിജീവിച്ചവരല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട്, വളരെ നിസ്സാരമായിട്ട് അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങളുമായിട്ട് നമ്മളങ്ങ് മുന്നോട്ടിറങ്ങിയാൽ ഇതിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ അങ്ങ് വിജയിച്ച് പോകാൻ പറ്റും കേട്ടോ. മിഥുനക്കൂറുകാർക്ക്, അതായത് നമ്മുടെ മകയിര, തിരുവാതിര, പുണർന്നം മുക്കാൽ, ഇവർക്ക് എങ്ങനെയാണ്, ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നമുക്ക് നോക്കിക്കളയല്ലേ. പൊതുവിൽ വളരെ നല്ല ഗുണഫലങ്ങൾ തന്നെയാണ് ഈ വർഷം ഇവരെ കാത്തിരിക്കുന്നത്. ആരോഗ്യപരമായ പുരോഗതി അല്ലെങ്കിൽ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒരു മേന്മ, മുൻ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് രോഗാവസ്ഥകൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാവും. അതുപോലെ തന്നെ സാമ്പത്തികമായ പുരോഗതി, ജീവിത വിജയം, സുഖ ലോലുപത നിറഞ്ഞ ജീവിതങ്ങൾ, അത്യാവശ്യം ആർഭാടത്തോടു കൂടി അല്ലെങ്കിൽ ആഡംബരത്തോടു കൂടി സന്തോഷമായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാനൊക്കെയുള്ള യോഗമുള്ള സമയമാണ് കേട്ടോ ഈ വർഷം. കഴിഞ്ഞ വർഷം ഇടയ്ക്ക് നമ്മൾ കുറേ ക്ലേശിച്ചിട്ടുണ്ടാവും, കുറേ അധ്വാനഭാരം കൊണ്ടോ എന്തെങ്കിലുമൊക്കെ മനസ്സിന് കുറേ ക്ലേശങ്ങളും വിഷമങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവും. എന്നിരിക്കലും ഈ വർഷം അതിനെയെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും ഒന്ന് ശ്രമിച്ചാൽ. കൃത്യമായിട്ടുള്ള നിഷ്ഠയോട് കൂടിയുള്ള ഒരു നമ്മുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കൃത്യമായ ഒരു പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വർഷം വിജയിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും കേട്ടോ. തൊഴിലിൽ പുരോഗതി ഉണ്ടാവും. അപ്പം ചെയ്യുന്ന തൊഴിൽ എന്ത് തന്നെയാണെങ്കിലും ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിൽ ട്രൈ ചെയ്യുക. കിട്ടുന്ന പൈസ കളയാതെ നമ്മൾ സ്വരൂപിക്കുക. അല്ലെങ്കിൽ അടുത്തൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു തൊഴിലും കൂടി നമ്മൾ, അതായത് ഒന്നിലധികം വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സാധ്യത മാത്രം പോരല്ലോ, അത് നേടിയെടുക്കാനുള്ള ഒരു കഴിവ് നമ്മളും കൂടി ഒന്ന് ശ്രമിച്ചാൽ ഉറപ്പായിട്ടും നമുക്കിതിൽ വിജയിക്കാൻ സാധിക്കും കേട്ടോ. യോഗ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റൂമിൽ കയറി ഇനി എനിക്ക് ഈ വർഷം കുഴപ്പമൊന്നുമില്ല, വിഷുഫലമൊക്കെ എൻ്റെ അടിപൊളിയാണ്, ഞാൻ എവിടെയെങ്കിലും അങ്ങോട്ട് ഇരിക്കാം, ഗുണങ്ങളൊക്കെ ഇങ്ങ് വരട്ടെ എന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നും വരത്തില്ല. അവർ വന്ന് വാതിൽ തുറക്കൂ, ഞാനിവിടെ വന്ന് നിൽപ്പണ്ടെന്നൊന്നും അവർ പറയത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നന്നായിട്ട് അധ്വാനിക്കുക തന്നെ ചെയ്യണം. നമുക്കൊരു ഗുണഫലം കിട്ടും, അതിനുള്ള യോഗ ഉണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ ആര് പോകും? നമ്മൾ തന്നെ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കിട്ടുന്ന പൈസയൊക്കെ കളയാതെ സ്വരുക്കൂട്ടി വെച്ച് അടുത്തൊരു ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മൾ അടുത്ത ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ നടത്തി അതിൽ നിന്ന് ഒരു വരുമാനം കിട്ടുക. അങ്ങനെ പല പല മാർഗ്ഗങ്ങൾ, നമുക്ക് വരുമാനം വിപുലീകരിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ നോക്കി അതിലങ്ങോട്ട് സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ വർഷം കഴിഞ്ഞ് കിട്ടി അടുത്ത വർഷം തൊട്ട് നമ്മൾ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ നമുക്ക് വിജയിച്ച് പോകാൻ പറ്റും കേട്ടോ. ചെറിയ തമാശ പറഞ്ഞെങ്കിലും വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാനത് പറഞ്ഞത്. നമ്മളൊന്ന് ശ്രമിക്കുക. കാരണം കയ്യിൽ പൈസ കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ചിലവാക്കുക, അല്ലെങ്കിൽ അത് നമ്മൾ കരുതി വയ്ക്കാതെ കണ്ട് അത് ചിലവാക്കി കളയുക. അല്ലെങ്കിൽ അത് കളയുമല്ല, നമ്മൾ ചെയ്യുന്നതൊക്കെ ആവശ്യങ്ങൾ തന്നെയാണ്, അനാവശ്യമായിട്ടൊന്നും കളയുന്നില്ല. എങ്കിൽ പോലും അതൊന്നും മീതി വയ്ക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നിരിക്കണം ഈ മിഥുനക്കൂറുകാർക്ക് ഈ മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിമ്പിൾ ടെക്നിക്കാണ് ആ പറഞ്ഞത്. അതുപോലെ തന്നെ ബിസിനസ്സുകാരൊക്കെയാണ് ബിസിനസ് ഈ വർഷം വിജയിക്കാനുള്ള യോഗമുണ്ട്. കലാകായിക രംഗത്ത് നിൽക്കുന്നവർക്കൊക്കെ പേര്, പ്രശസ്തി, അംഗീകാരങ്ങൾ, നേട്ടങ്ങൾ, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ട്രാവൽ ചെയ്ത് ദൂരെയൊക്കെ പോയിട്ട് അങ്ങനെയുള്ള നമുക്ക് വരുമാനം, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും അതിന് അംഗീകാരങ്ങളും വിജയവും നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ്.
പുരോഗതി അല്ലെങ്കിൽ തൊഴിൽ അന്വേഷകർക്കാണെങ്കിൽ ഏത് തൊഴിലാണ് നമ്മൾ ഉദ്ദേശിക്കുക, ആ തൊഴിലിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി പരിശ്രമിച്ചാൽ അല്ലെങ്കിൽ ആ തൊഴിലിൽ വിജയം നേടാൻ സാധിക്കും. അതിനുവേണ്ടി ട്രൈ ചെയ്താൽ ജോലി കിട്ടാനുള്ള യോഗമുണ്ട്. ഇപ്പോൾ വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും യോഗമുണ്ട്. ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്നവർക്ക് തിരിച്ച് നാട്ടിൽ വരാനൊക്കെ ആഗ്രഹിച്ചിരുന്നിട്ട് സാധിക്കാത്തവർക്ക് അതിനുള്ള യോഗങ്ങളുണ്ട്. അങ്ങനെ അതായത് കുടുംബാംഗങ്ങളൊക്കെ തമ്മിൽ ഒത്തുചേരുന്നതിനും കണ്ടുമുട്ടുന്നതിനും ഐക്യത്തോടെ ഒന്നിച്ചു പോകുന്നതിനുമൊക്കെയുള്ള യോഗങ്ങളുള്ള സമയമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും കറക്റ്റായിട്ടുള്ളൊരു മെനു നമ്മുടെ കയ്യിൽ, അല്ലെ കറക്റ്റായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ, ഒരു പ്ലാൻ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ. ആരെയും വകവയ്ക്കാത്തൊരു സ്വഭാവം ഇതിൽ ചിലരെങ്കിലും കാണിക്കണ്ടാവും. ഒരു കാര്യം അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആര് പറഞ്ഞാലും അതിനൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, സഹോദരൻ, ഞാൻ തീരുമാനിച്ചതാണ്, അതങ്ങ് ചെയ്തിരിക്കും എന്നങ്ങ് നിരൂപിച്ച് അങ്ങോട്ട് മുന്നോട്ടിറങ്ങും. അപ്പം ചില എടുത്തുചാട്ടങ്ങളൊക്കെ ഈ വർഷം നമുക്ക് ചില തിരിച്ചടികളൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പം അതുകൊണ്ട് വളരെ കരുതലോടുകൂടി, വളരെ സൂക്ഷ്മതയോടുകൂടി അനുഭവമുള്ളവരുടെ അനുഭവ സമ്പത്തൊക്കെ ഒന്ന് കൈമുതലാക്കി വെച്ചോണ്ട്, അല്ലെങ്കിൽ അതൊന്ന് പഠിച്ചുകൊണ്ടൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നതായിരിക്കും ഈ വർഷം നമുക്ക് ഉത്തമം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഭയം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കങ്ങനെ വലിയ കാര്യമായിട്ട് ഉണ്ടാവാറില്ല. എന്നാലും ഉൾഭയം ഉണ്ടാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇനി ഞാനിതെങ്ങനെ ഇത് ഓവർകം ചെയ്യും എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള ചില ഇഷ്യൂ ഒക്കെ ലൈഫിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് നേരിട്ടാവില്ല, സുഹൃത്തുക്കൾ മുഖാന്തരമോ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ മുഖാന്തരമൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കെയറിങ്ങോട് കൂടി, കാരണം നമ്മൾ ഏതൊരു കാര്യത്തിന് ഒരു ചുവട് വയ്ക്കുമ്പോഴും വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം നമ്മൾ ആ മുന്നോട്ടുള്ള പോക്ക്. കാരണം പുറകിൽ നിന്നോ ഈ സൈഡിൽ നിന്നോ എവിടെ നിന്നാണ് നമുക്ക് പണി വരുന്നതെന്നുള്ള ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ഒരു കെയറിങ് നമുക്ക് ചുറ്റിനും ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഈ വർഷം ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പണികളും നമുക്ക് കിട്ടും. എന്നുവെച്ചാൽ പ്രതീക്ഷിക്കാത്ത ചില തിരിച്ചടികളും നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം എടുത്തു പറഞ്ഞത്, ഉറക്കത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാവില്ല, ഭക്ഷണത്തിലൊരു ശ്രദ്ധ ഉണ്ടാവില്ല, തോന്നുമ്പോൾ കഴിച്ച് തോന്നുമ്പോൾ ഉറങ്ങി, അത് നമുക്കങ്ങ് ചെയ്യാം, അത് ഇച്ചിരി കഴിയട്ടെ, അല്ലെങ്കിൽ അത് നാളെ ആവട്ടെ, അല്ല അങ്ങനെ മാറ്റി വയ്ക്കാതെ ഇന്നിതങ്ങ് ചെയ്തിട്ട് അങ്ങ് ഇരിക്കാം, നാളെ എനിക്ക് ഫ്രീ ആയിട്ട് പണിയില്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇരിക്കാം എന്ന് ചിന്തിച്ച് നമ്മൾ കാര്യങ്ങൾക്ക് ഇറങ്ങിയാൽ ഉറപ്പായിട്ടും നമ്മൾ വിജയിക്കും. കൃത്യസമയത്ത് ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ആരോഗ്യകാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധ വെച്ച് പുലർത്തുക. അതുപോലെ തന്നെ ദമ്പതികൾ തമ്മിൽ ഐക്യവ്യത്യാസമൊക്കെ ഉണ്ടാവാതിരിക്കാൻ നാവിനെ ഒന്ന് കൺട്രോൾ ചെയ്തു കേട്ടോ. അതെ, നമുക്ക് ഇച്ചിരി ബോധമൊക്കെ ഉണ്ടാവും. പക്ഷെ മറുപക്ഷത്ത് നിൽക്കുന്നവർക്ക് അത് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ചിലപ്പോൾ കുറ്റം നമ്മുടേതായിട്ട് മാറും. അപ്പോൾ നമ്മുടെ ബോധമില്ലായ്മയാണോ അവരുടെ ബോധം കൂടുതലാണോ ചില വിഷയങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഒരു വർഷമാണ്. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ, വളരെ കെയറിങ്ങോടെ മാത്രം ഓരോ ചുവട് മുന്നോട്ട് ലൈഫിൽ വയ്ക്കുക. അപ്പോൾ ഒരു ഭാര്യ ഒരു കാര്യം പറഞ്ഞാൽ, അല്ലെ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ ചാടി അല്ലെങ്കിൽ എന്ന് പറയാതെ ഒന്ന് അതിനകത്ത് എന്തെങ്കിലും പിന്നിൽ ഒളിച്ചിരിക്കുന്നതായ ദുരുദ്ദേശങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അത് കളിയാക്കി പറയണതല്ല, നമ്മളത് ആ പറയുന്ന ഇതിൽ തന്നെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളത്. ചിലപ്പോൾ അവർ നിസ്സാര തമാശയ്ക്ക് പറയുന്നതായിരിക്കാം, ചിലപ്പം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ അത്തെ പിടിച്ച് ചെറിയ പ്രശ്നത്തെ പിടിച്ച് വലിയ പ്രശ്നം ഉണ്ടാക്കി നമ്മുടെ ലൈഫിനെ തകർക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്നുള്ളൊരു മൈൻഡാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ചെറിയ ഭയങ്കര മനപ്രയാസങ്ങൾ ഉണ്ടാക്കും. വേദനകൾ, വിഷമങ്ങളൊക്കെ ഉണ്ടാവും. ചിലർ പറയും അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഒന്ന് നിസ്സാരമാണ്, അതൊക്കെ അങ്ങ് പോണത് പോട്ടെ, ഒക്കെയാണ് എങ്കിൽ പോലും. പക്ഷേ ഈ ഇതിനെക്കുറിപ്പെട്ട എല്ലാവർക്കും അങ്ങനെ ആവില്ല. ചിലർക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. കാരണം മാനഹാനി, മനോവിഷമങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ട വർഷം കൂടിയാണ്. ഇത്രയൊക്കെ നല്ലത് പറയുമ്പോഴും ഇടയ്ക്കൊരു ചെറുതുണ്ട് നെഗറ്റീവ് എന്ന് പറയണ പോലെ ഇതിനകത്ത് ഗുണവും ദോഷവും ഒക്കെ പറഞ്ഞാണ് കേട്ടോ ഈ വിഷുഫലത്തിൽ പോവുക. സാധാരണ നമ്മൾ പൊതുവിൽ അങ്ങനെ നെഗറ്റീവ് കാണുന്ന അങ്ങ് ഉരുട്ടാറുണ്ട്, പറയാറില്ല. പക്ഷേ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചു, ചേച്ചി അതങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെയാണല്ലോ, എന്താണത് പറയാതിരുന്നത്, പറഞ്ഞ് ഞങ്ങൾ നോക്കി നിന്നേനെ, പറയാത്തത് കൊണ്ട് ഇനി നോക്കി നിൽക്കാതിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ ശാസ്താക്ഷേത്രം അല്ലെ ശിവക്ഷേത്രം, ഇവിടെയൊക്കെ പോയിട്ട് വഴിപാട് നടത്തുക, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവാന് നെയ്യ് സമർപ്പിക്കുക, കൂവളമാല സമർപ്പിക്കുക, ജലധാര നടത്തുക. എന്ന് വെച്ചാൽ നമ്മുടെ കഴിവ് പോലെ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക, തടസ്സങ്ങൾ മാറുക.
ദുരിത ദോഷങ്ങളൊക്കെ ഒന്ന് മാറി നമുക്ക് ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒന്ന് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ. പുതിയ വീട് വയ്ക്കാനൊക്കെ ഇറങ്ങിയിട്ട് അത് തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ ഒന്ന് ശ്രമിച്ചാൽ അത് ഈ വർഷം അങ്ങ് മുന്നോട്ട് നല്ല രീതിയിൽ നടന്നു പോകും. അതുപോലെ സ്ഥലം വാങ്ങാനൊക്കെ അഡ്വാൻസ് കൊടുത്തിട്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരുന്നിട്ട് ആ പൈസ എടുത്ത് കൈമറിഞ്ഞ് പോവുക, അങ്ങനെയൊക്കെ വെച്ചാൽ നമ്മൾ അതിന് വേണ്ടി അഡ്വാൻസോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ട്, അത് പെട്ടെന്ന് അത് ചെയ്തോളൂ. കാരണം അല്ലെങ്കിൽ അത് വീണ്ടും തടസ്സങ്ങളൊക്കെ വന്ന് നമുക്കത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരൂപിച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾ അതിന് ഇറങ്ങി അങ്ങ് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്കതിനകത്ത് ഉത്തമം കേട്ടോ. കാരണം അതുകൊണ്ട് നമുക്ക് ദോഷങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ തടസ്സങ്ങൾ വന്നാൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചതങ്ങ് വിജയിക്കാൻ പറ്റും. അതുപോലെ തന്നെ പുതിയ വാഹനം, പുതിയ വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാം. പക്ഷേ ദ്രവ്യനാശങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുക. അതുപോലെ ആർക്കും ജാമ്യം നിൽക്കാതിരിക്കുക, എല്ലാവരെയും അഗാധമായി വിശ്വസിക്കാതിരിക്കുക, എപ്പോഴും പ്രവർത്തന മേഖലകളിൽ വളരെ കരുതലും കൃത്യതയോടെയും മുന്നോട്ട് പോവുക. ഏത് ജോലി ആയിക്കോട്ടെ, ആ ജോലിയിൽ നിന്ന് പല പാരവെപ്പുകളും വരാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് കേട്ടോ. കാരണം കൂടെ നിന്ന് നമുക്ക് പണി തരിക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ജോലി സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ പ്രത്യേകമായി കൃത്യതയോടെയുള്ള ഒരു എന്താ പറയുക മൈൻഡ് നമ്മൾ കൊടുത്തു വേണം മുന്നോട്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നം പോലും നമുക്ക് നോക്കുമ്പോൾ ഒരു പ്രശ്നമല്ലാത്ത കാര്യങ്ങൾ പോലും അതൊരു വലിയ വിഷയമായിട്ട് മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. അതുപോലെ സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ പുരോഗതിയൊക്കെ ഉണ്ടാവും. ഒന്ന് ശ്രദ്ധിക്കുക, അവരെ ഒന്ന് ഉപദേശിക്കുക, അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിന്ന് നമ്മൾ അവരെ ഒന്ന് വിജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നീട് അവരൊന്ന് കയറിപ്പൊക്കോളും. അതുപോലെ സഹോദരങ്ങൾക്ക് നല്ല സമയം തന്നെയാണ്, പ്രശ്നമില്ല. അപ്പോൾ സ്വന്തമായിട്ട് ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കും ശ്രമിച്ചാൽ നടക്കുന്ന വർഷമാണ്. വിവാഹ കാര്യങ്ങളൊക്കെ നടക്കാത്തവർക്ക്, അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് ഈ വർഷം ശ്രമിച്ചാൽ നടക്കുന്ന ഒരു വർഷമാണ്. സന്താന യോഗമുള്ള വർഷമാണ്. അതുപോലെ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം വിജയം കാണുന്നതിനും അതിലെല്ലാം പുരോഗതി നേടുന്നതിനും പറ്റുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. കാരണം നമ്മൾ തമാശയ്ക്ക് കുറച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ പോലും അതങ്ങനെയല്ല. നമ്മൾ നല്ല രീതിയിൽ മനസ്സിലർപ്പിച്ച് നമ്മൾ ഇറങ്ങിയാൽ പരാജയം എന്ന് പറയുന്ന ഒരു വസ്തു ഈ വർഷം നമ്മളെ തൊട്ട് തീണ്ടില്ല. പിന്നെ സന്താനങ്ങൾക്ക് ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രോഗപീഠകൾ, മനക്ലേശങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വർഷം കൂടിയാണ്. മാനസികമായിട്ട് ചെറിയ ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വിദേശ യാത്രകൾ അല്ലെങ്കിൽ ദീർഘദൂര യാത്രകൾക്കൊക്കെ യോഗമുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ ചെറിയ ഓരോ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇച്ചിരി മനസ്സൊക്കെ വിഷമിച്ചാൽ പോലും അതിനെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. പുണർദം കാല്, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഗുണമാണോ ദോഷമാണോ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ. കഴിഞ്ഞ വർഷം വളരെ പുരോഗതിയും അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ജീവിതത്തിലെ വിജയങ്ങളും നേട്ടങ്ങളും നല്ല പ്രശസ്തിയും പേരും ഒക്കെ ലഭിച്ച ഒരു കൂറുകാരാണ് കർക്കിടക കൂറുകാർ. ഈ വർഷത്തിലും കുഴപ്പങ്ങളൊന്നും ഇല്ല നമുക്ക് പറയാൻ. എന്നിരിക്കലും ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വെച്ച് പുലർത്തണം. മനസ്സിന് ചെറിയ ചെറിയ ക്ലേശങ്ങൾ, രോഗപീഠകൾ അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ടുള്ള വിഷമതകൾ ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു ടൈമായിരിക്കും. വളരെ വേണ്ടപ്പെട്ടവരുടെ ഒരു വേർപാട്, ഒരു പക്ഷേ അവർ വലിയ വിദേശത്തിന് പോകുന്നതായിരിക്കാം, അല്ലെ ജോലി സംബന്ധമായിട്ട് മാറി നിൽക്കുന്നതാവാം, അങ്ങനെയൊക്കെ ആവാം കേട്ടോ. അങ്ങനെയുള്ളൊരു അകൽച്ച നമുക്കത് വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കും. വിഷമതകൾ അല്ലെങ്കിൽ ഓരോ സങ്കടങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ വളരെ ഫ്രണ്ട്ഷിപ്പായിട്ട് നിന്നവരെന്തെങ്കിലും ഒരു നിസ്സാര കാരണം കൊണ്ട് പിണങ്ങുന്നതാവാം. എന്തിരിക്കലും മനസ്സിന് ആകെ ഒരു വിഷമങ്ങളും കുറച്ച് ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു മനപ്രയാസം, എന്താണെന്നറിയില്ലാത്ത ഒരു മനപ്രയാസം നമ്മളെ വിട്ടുമാറാതിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യകാര്യത്തിലാണ്. മത്സരം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നമുക്കൊരു മത്സര ബുദ്ധികളൊക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ മത്സരിച്ച് നമുക്ക് അതിൽ നിന്നൊരു ചെറിയ ക്ലേശങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടാവുക. ചതികൾ അല്ലെങ്കിൽ വഞ്ചനകളിലൊക്കെ ചെന്ന് ചാടുക, ഇങ്ങനെയുള്ള കുറച്ച് നെഗറ്റീവ്സ് ഈ വർഷം നമുക്ക് പറയേണ്ടി വരും. എന്നിരിക്കലും ശരിയായിട്ടുള്ള ഈശ്വര പ്രാർത്ഥനകൾ, വ്രതനിഷ്ഠകൾ, മാനസികമായിട്ടുള്ള ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ബലം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം ഇതിനെല്ലാം ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ പുതിയ വീട്, ഭൂമി, അതിനൊക്കെ നമ്മൾ ശ്രമിച്ച് നടക്കും. ജോലിക്ക് ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ജോലി കിട്ടാനുള്ള യോഗമുണ്ട്.
വിവാഹം താമസിച്ചിരിക്കുന്നവർക്ക് അല്ലെ വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് ശ്രമിച്ചാൽ നല്ല വിവാഹബന്ധം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ നമുക്ക് വന്നു ചേരാൻ യോഗമുണ്ട്. അത് നമ്മുടെ കയ്യിലിരിപ്പ് കാരണം അല്ലെ നമ്മുടെ ദേഷ്യ സ്വഭാവം കാരണമൊക്കെ അത് നശിപ്പിച്ച് കളയാതിരിക്കാൻ മാത്രം നമ്മളൊന്ന് സൂക്ഷിക്കുക. കാരണം നമുക്ക് ചെറിയ അകൽച്ചകൾ അല്ലെങ്കിൽ മനസ്സിന് സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ധനനഷ്ടങ്ങൾ, തൊഴിൽ പരാജയങ്ങൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ചെറിയൊരു പരാജയം സമ്മതിക്കേണ്ടതായിട്ട് വരും. അപ്പം അതുകൊണ്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഈ കർക്കിടകക്കൂറുകാർ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വളരെയധികം മൈൻഡ് നമ്മൾ ഷാർപ്പാക്കി വെച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. കടങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു കിട്ടാനൊക്കെ സാധ്യത കുറവായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി കുറേ ട്രൈ ചെയ്യേണ്ടി വരും. നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള ഒരു പ്രതിഫലം നമ്മളിലേക്ക് വരാത്തൊരവസ്ഥ വരും, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു സമ്മർദ്ദത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് കടങ്ങളൊക്കെ അധികം കൊടുത്തു വിടാതെ ബിസിനസ് നല്ല രീതിയിൽ പുരോഗതിയായിട്ട് സന്തോഷത്തോടു കൂടി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് അവരോടാണെങ്കിലും പറഞ്ഞ് പൈസയൊക്കെ വായ്പ, അതായത് കട കൊടുക്കാതെ കണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ ആണെങ്കിൽ കൂടി നിന്ന് നമ്മൾ ആ പൈസകൾ മേടിച്ചെടുത്ത് ബിസിനസ് ചെയ്യുന്നതായിരിക്കും ഈ വർഷം നമുക്ക് ഉത്തമം എന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായ ക്രമക്കേടുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പരാജയമൊക്കെ ചില സമയങ്ങളിൽ ഈ വർഷം നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ വേണം. മാനസികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും സങ്കടങ്ങളും വിഷമതകളും ഒക്കെ നമ്മളെ എന്നാ കാരണം എന്നറിയാതെ നമ്മളെ അലട്ടാനും സാധ്യതയുള്ള ഒരു വർഷമാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേക കരുതലും പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയും വളരെ ആവശ്യമുള്ള ഒരു സമയമാണ്. ദമ്പതികൾ തമ്മിലൊക്കെയുള്ള ഐക്യം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് വളരെയധികം ക്ലേശിക്കേണ്ട ഒരു സമയമാണ്. ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ മറുവശത്തുള്ള ആൾ മിണ്ടാതിരിക്കുക എന്നുള്ളതായിരിക്കും ഈ വർഷത്തെ ഏറ്റവും നല്ല നമ്മുടെ വിജയമന്ത്രം എന്ന് പറയുന്നത്. ആവശ്യം നമുക്ക് സഹിയിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇപ്പോൾ എതിർഭാഗത്ത് നിൽക്കുന്ന ആരാണെങ്കിലും അവർക്ക് സഹിയിടുന്ന ഒരു രീതിയിലേക്കൊക്കെ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അങ്ങനെയുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക കേട്ടോ. കലാ കായിക മേഖലകളിലൊക്കെ നിൽക്കുന്നവർക്ക് വളരെ നല്ല രീതിയിൽ വിജയിച്ച് പോകാൻ പറ്റും. പേര്, പ്രശസ്തി, അംഗീകാരങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. തൊഴിൽപരമായിട്ടും അവർക്ക് നല്ല അംഗീകാരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ ബിസിനസ്സുകാർക്ക് എന്താണെന്ന് വെച്ചാൽ അവരുടെ ചെറിയ മടി കൊണ്ടും അനാസ്ഥ കൊണ്ടും അല്ലെ ഇപ്പോൾ കുഴപ്പമില്ലല്ലോ, നല്ല രീതിയിലാണല്ലോ, ഇതിങ്ങനെ അങ്ങ് പോയാൽ മതി എന്നൊക്കെയുള്ള ഒരു അനാസ്ഥ വരുന്നത് കൊണ്ടാണ് ഈ ചെറിയ പരാജയങ്ങളെ സംബന്ധിച്ച് കൊടുക്കേണ്ടി വരുന്നത്. നേരെ തിരിച്ച് കൃത്യമായിട്ട് നമ്മൾ ഒരു ലിസ്റ്റ് ഇട്ട് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൃത്യമായ ഒരു ഫോക്കസോടുകൂടി നമ്മൾ ബിസിനസ് ചെയ്യുന്നവർക്കൊരു ബിസിനസ്സിൻ്റെ പരാജയം ഈ വർഷം അനുഭവിക്കേണ്ടി വരികയുമില്ല കേട്ടോ. അതും പറയാം. കാരണം വളരെ ഫോക്കസായിട്ട് വളരെ നിഷ്ഠയോടുകൂടി വളരെ ചിട്ടയായിട്ട് നമ്മൾ നടത്തുന്ന ബിസിനസ്സുകാർക്കൊന്നും ഈ വർഷം പരാജയം വരത്തുമില്ല. കാരണം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണല്ലോ ഈ പരാജയം വരിക. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ഇതിനൊന്നും യാതൊരു പ്രോബ്ലവും സംഭവിക്കുകയുമില്ല കേട്ടോ. പിന്നെ നമുക്ക് പറയാൻ പറ്റും ദൂരദേശ സഞ്ചാര യോഗമുണ്ട്, വിദേശ യോഗമുണ്ട്, അല്ലെങ്കിൽ ദ്രവ്യനാശം, ദ്രവ്യം നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നതിനുപരി ചിലപ്പോൾ നമ്മൾ വിൽക്കുന്നതാവാം, അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ആർക്കെങ്കിലും വായ്പ കൊടുക്കുന്നതാവാം. അതൊക്കെ തിരിച്ചു കിട്ടാനൊക്കെയുള്ള പാട് ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. ശത്രുവർദ്ധനവൊക്കെ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ്. ശത്രുക്കളെ ഒന്ന് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ മിത്രഭാവേന അവർ നമ്മളോടൊപ്പം കൂടിയിട്ട് നമുക്ക് ചെറിയ ദുരിതങ്ങളൊക്കെ ഉണ്ടാക്കി തരിക. കാരണം നമ്മൾ നല്ല വഴിക്കൊരു പോകാനൊരു പ്ലാൻ ഇട്ടിരിക്കുമ്പോഴായിരിക്കും ഇവർ നമ്മളോട് പറയുക അത് അത്ര പന്തിയാണോ, അത് വേണോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അല്ലെങ്കിൽ അതിലും നല്ലതല്ലേ ഇന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ നമുക്ക് തോന്നുമോ അതാണല്ലോ ബെറ്റർ. അപ്പം മറ്റൊരാളുടെ ഇഷ്ടത്തിനും അല്ലെങ്കിൽ അഭിപ്രായത്തിനും വില കൊടുത്ത് മുന്നോട്ട് പോവാതെ അവനവൻ തീരുമാനിച്ച കാര്യത്തിൽ കൂടി മുന്നോട്ട് പോയാൽ ഒരു പരിധി വരെയും ഈ വർഷം വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. പക്ഷേ ചില സമയങ്ങളിൽ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയും കാര്യപരാജയങ്ങൾ നേരിടേണ്ട വരികയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാനഹാനിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഇതുകൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ വെച്ച് പുലർത്തുന്നത് വളരെ ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യുന്നതായിരിക്കും. എന്നാൽ നമുക്ക് സന്താനയോഗങ്ങളൊക്കെ ഉള്ള ഒരു വർഷമാണ്. സന്താനയോഗം അല്ലെങ്കിൽ നമുക്ക്
നേട്ടങ്ങൾ എന്ന് വെച്ചാൽ സന്താനപരമായിട്ടുള്ള ഉയർച്ചകൾ, അവരുടെ വിദ്യാഭ്യാസ പുരോഗതികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. അതുപോലെ ഇപ്പോൾ പ്രായം ചെന്ന ഈ കർക്കിടക കൂറുകാർക്കാണെങ്കിൽ അവരുടെ സന്താനങ്ങളിൽ നിന്നുള്ള പുരോഗതി, ധനലാഭം, മാനസികമായ ഉല്ലാസങ്ങൾ, സന്തോഷങ്ങൾ ഒക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. പൊതുവിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് കൃത്യമായി നിഷ്ഠയോടുകൂടിയുള്ള പ്രാർത്ഥനകളും ദിനചര്യകളും, അതുപോലെ തന്നെ ആഹാരകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം രോഗാവസ്ഥകളൊക്കെ ഒന്ന് മൂർച്ഛിക്കാനൊക്കെയുള്ള അതിൽ നിന്നുള്ള ചെറിയ വിഷമതകളൊക്കെ ഉണ്ടാക്കി തരാനുള്ള യോഗം ഉള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധ അതിൽ വെച്ച് പുലർത്തേണ്ടത് ആവശ്യമാണ് കേട്ടോ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കഴിവുപോലെ വഴിപാട് ചെയ്യുക, അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനത്തോടു കൂടി, അതായത് നമ്മൾ ദർശനം നടത്തുക എന്ന് പറയുമ്പോൾ വ്രതാനുഷ്ഠാനത്തോടു കൂടി തന്നെ ചെന്ന് നാഗരെ തൊഴുത് അതിനു വേണ്ടുന്ന വഴിപാടുകളൊക്കെ നടത്തി പോരുന്നത് നമുക്ക് ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും. അതിനുവേണ്ടി നമ്മൾ നല്ലപോലെ നിഷ്ഠയോടുകൂടി മനസ്സ് ഏകാഗ്രമാക്കി ശുദ്ധമാക്കി നമ്മൾ പോവുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. പരസ്പരം ഇപ്പം എന്തെങ്കിലും പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, ദമ്പതികളായിക്കോട്ടെ, പരസ്പരം ഒന്നിലധികം ആൾക്കാർ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലും ചെറിയ ചെറിയ അസ്വസ്ഥതകളും അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ആ സമയം മോശമാണെന്ന് കണ്ടറിഞ്ഞ് നമ്മൾ നിന്ന് അത് പരിഹരിച്ചാൽ തീരുന്ന വിഷയങ്ങളേ ഉള്ളൂ കേട്ടോ. അത്രയ്ക്കങ്ങ് പേടിക്കാനൊന്നും ഇല്ല. പക്ഷെ ഇങ്ങനൊരു വിഷയം വരുന്നുണ്ട് എന്ന് നമ്മൾ മുൻകൂർ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സൊല്യൂഷൻ ഇല്ലാത്ത ഒരു വിഷയങ്ങൾ നമുക്ക് ഉണ്ടാവില്ലല്ലോ. നമുക്ക് എന്ത് വിഷയങ്ങളുണ്ടായാലും അതിനൊക്കെ സൊല്യൂഷൻ ഉണ്ടാവും. ആ സൊല്യൂഷനിലേക്ക് ചെയ്യാനുള്ള ഒരു മടിയായിരിക്കും നമ്മളെ പലപ്പോഴും അബദ്ധത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിഷ്ഠയോടുകൂടി വ്രതാനുഷ്ഠാനത്തോടുകൂടി ഈശ്വരഭജനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഏതൊരു കാര്യത്തിനും വിജയം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ പരാജയം, അല്ലെങ്കിൽ വിജയം മാത്രമല്ല ഈ വർഷം പരാജയങ്ങളും കൂടെ അനുഭവിക്കേണ്ട, പരാജയത്തിൻ്റെ കയ്പ് നീരും കൂടി കുടിക്കേണ്ട ഒരു വർഷമായിട്ട് ഈ വർഷത്തെ നമുക്ക് വേണേൽ പറയാൻ പറ്റും വിഷുഫലം. നമുക്ക് മാനസികമായിട്ട് ഒരു ഡൗൺ ആയ അവസ്ഥ, അല്ലെങ്കിൽ മാനസികമായിട്ട് നമുക്ക് ഒരു വിഷമാവസ്ഥ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇങ്ങനെ മനസ്സ് ഡൗൺ ആയി പോകുന്നൊരു സിറ്റുവേഷനൊക്കെ പലപ്പോഴും വന്നു ചേരാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് വിഷമിക്കേണ്ട കാര്യമില്ല. പുതിയ വാഹനം, വീട്, വസ്തു, ജോലി, ഇതിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ഇതൊക്കെ നടക്കും. അപ്പോൾ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ നമുക്ക് ഉണ്ടായാലും അതിനെയൊക്കെ അങ്ങ് ഓവർകം ചെയ്യാൻ അറിഞ്ഞൂടെ നമുക്ക്? അതൊക്കെ നമുക്ക് നിസ്സാരമല്ലേ, നമുക്കതങ്ങ് ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. സന്താന യോഗമുള്ള സമയമാണ് കേട്ടോ. വിവാഹമൊക്കെ താമസിക്കുന്നവർ അതിനുവേണ്ടി എന്തായാലും ഈ വർഷം നന്നായിട്ട് ശ്രമിച്ചോളൂ. കാരണം പിന്നീട് നമുക്കതിന് പിന്നെയും കാലതാമസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വിഷുവർഷത്തിൽ നമ്മൾ നന്നായിട്ട് ട്രൈ ചെയ്താൽ, നമുക്ക് ശ്രമിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി അന്വേഷിച്ചാൽ നമുക്ക് വേണ്ടുന്ന ജീവിത പങ്കാളി നമ്മളിലേക്ക് എത്തപ്പെടാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് സമയം ഒട്ടും പാഴാക്കാതെ നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുക. വർഷങ്ങളും നാളുകളും ഒക്കെ നീണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നമ്മളിലേക്ക് എത്തപ്പെടാൻ ഒരുപാട് തടസ്സങ്ങളും കടമ്പകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെയെല്ലാം ഒന്ന് മാറ്റി നമ്മൾ നല്ല രീതിയിൽ അതിലേക്ക് ഇറങ്ങി നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഭൂമി ലാഭം ഉണ്ടാവും. വളരെ കാലമായി കടങ്ങളൊക്കെ തിരിച്ചു കിട്ടാനുള്ള ഒരു യോഗം കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്ര ദോഷമാണെന്ന് പറയാൻ പറ്റില്ല, വളരെ നല്ല സമയം തന്നെയാണ്. നമുക്ക് മാനസികമായിട്ട് കുറച്ച് ചെറിയ ചെറിയ വിഷമങ്ങൾ അതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ, അതൊക്കെ അങ്ങ് മാറിപ്പൊക്കോളും. നമ്മൾ ശരിക്കും മനസ്സ് ഒന്ന് ഏകാഗ്രമായിട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള വിജയങ്ങളും നേട്ടങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സത്യസന്ധരും ശുദ്ധ ഹൃദയരുമാണെങ്കിലും ചില സമയത്തിൽ ഇവരുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് ശത്രുത ഉണ്ടാക്കുന്നതുമായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു ദേഷ്യഭാവം ഉണ്ടാക്കുന്നതായിരിക്കാം. അങ്ങനെ ശത്രുക്കളെ, അതായത് നമ്മൾ ഉപകാരം ചെയ്തിട്ട് നമ്മുടെ വാക്കുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് തന്നെ നമ്മൾ ശത്രുക്കളെയും കൂടി സൃഷ്ടിച്ചെടുക്കുന്ന ഒരു നക്ഷത്രക്കാരായിരിക്കും കേട്ടോ ഈ കർക്കിടക കൂറുകാരിൽ. കാരണം അവരൊന്നും ഉള്ളിൽ വെച്ചോണ്ടൊന്നും അല്ല പറയുക, അല്ലെങ്കിൽ മനസ്സിലൊന്നും കണക്ക് കൂട്ടിയിട്ടൊന്നും ആവില്ല. പിന്നെ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോംപ്രമൈസൊക്കെ ചെയ്യേണ്ടി വരും. ജോലിയിലൊക്കെ തുടരുന്നവർക്ക് അതിനകത്തൊക്കെ എന്തെങ്കിലും വീഴ്ചകളൊക്കെ വരാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ പണിഷ്മെൻ്റൊക്കെ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകം ഒരു കെയറിങ് ആ കാര്യത്തിലും നമുക്ക് ആവശ്യമാണ് എന്ന് കരുതി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് പറയണത് നമുക്ക് പ്രശ്നമാണെന്നല്ല, നമുക്കതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. ഈ നക്ഷത്രക്കാർക്ക് ഗുണമാണോ ദോഷമാണോ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ. ആ ഗെയിം അങ്ങോട്ട് പിടിച്ചാൽ 100% വൻ വിജയം നേടാൻ പറ്റുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ.
ഈ ചിങ്ങക്കൂറുകാർക്ക് എങ്ങനെയാണ്, ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. മകം, പൂരം, ഉത്രത്തിക്കാല് ഈ നക്ഷത്രക്കാർക്ക് പൊതുവിൽ വളരെ നല്ല സമയവും മുൻ വർഷങ്ങളിലൊക്കെ കുറേ ദുരിതങ്ങളും വിഷമങ്ങളും മനക്ലേശങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ച സമയമാണ് കടന്നുപോയതല്ലേ. അത് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു കുളിർക്കാറ്റ്, നല്ലൊരു ശാന്തമായ കുളിർക്കാറ്റ് വീശുന്ന അത്രയും ഒരു തഴുകിപ്പോകുന്ന രീതിയിൽ തന്നെയായിരിക്കും ഈ വർഷത്തെ നമ്മുടെ വിഷുഫലവും കിടക്കുന്നത്. വളരെ നല്ല ശ്രേയസ്സും പ്രശസ്തിയും അംഗീകാരങ്ങളും എല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. എല്ലാവരോടും വളരെ സ്നേഹമായി പെരുമാറുകയും എല്ലാവരോടും വളരെ നല്ലൊരു ക്ലോസ് മൈൻഡായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്താൽ വളരെ നല്ല രീതിയിൽ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ ഈ വിഷുഫലം. ആരോഗ്യകാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ തലപൊക്കുമെങ്കിലും അത് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടോ, ഒന്നെങ്കിൽ സമയത്ത് മരുന്ന് കഴിക്കാത്തത് കൊണ്ടോ, കൃത്യമായ നിഷ്ഠയോട് കൂടിയുള്ള അല്ലെങ്കിൽ ജീവിതചര്യ ഇല്ലാത്തതുകൊണ്ട് ഉറക്കം, ഭക്ഷണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു അനാസ്ഥ വയ്ക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും കൂടുതൽ പേർക്കും രോഗാവസ്ഥകളിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, നല്ല രീതിയിൽ ആരോഗ്യം കെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളുടെ പകുതി ഭാഗം ക്ലിയറായി. പിന്നെ നല്ല രീതിയിൽ പേര്, പ്രശസ്തി, അംഗീകാരങ്ങൾ, കലാകായിക മേഖലകളിൽ നിൽക്കുന്നവർക്കൊക്കെ നല്ല പുരോഗതിയും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ദമ്പതികൾ തമ്മിലും വലിയ കുഴപ്പങ്ങളൊക്കെ ഇല്ലാതെ കടന്നു പോകുന്നതായിരിക്കും. സന്താനങ്ങളും അതുപോലെ തന്നെ സഹപ്രവർത്തകരും ഒക്കെ വളരെ അനുകൂലമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു വർഷമായിരിക്കും. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അത് ലൈഫല്ലേ, അതൊക്കെ നമുക്ക് തരണം ചെയ്ത് ഓവർകം ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വർഷമായിരിക്കും കേട്ടോ. ആരോടും നമ്മൾ അധികമായിട്ട് കോപിക്കാനൊന്നും പോവാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വലിയ ടെൻഷൻ ആവുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തു വെക്കാതിരിക്കുക എന്നൊക്കെയുള്ളതാണ് ഈ വർഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ വിദേശത്തേക്കൊക്കെ പോകാൻ ശ്രമിച്ചിട്ട് കുറേ നാളുകളായിട്ട് തന്നെ അതൊന്നും സാധിക്കാതെ ഇരിക്കുന്നവർക്ക് ഈ വർഷം ശ്രമിച്ചാൽ അതിനൊക്കെ പെട്ടെന്ന് സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. പിന്നെ നമുക്ക് പറയാൻ പറ്റും, ബിസിനസ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വളരെ ഡള്ളായിരുന്നുവെങ്കിൽ ഈ വർഷം അത് നല്ല രീതിയിൽ പുരോഗതിയിലേക്ക് പോകുന്ന ഒരു സമയമായിരിക്കും. ബിസിനസ് വിജയം, ദാമ്പത്യ സുഖം, കുടുംബ ഐക്യം, മാനസികമായ ഉല്ലാസ യാത്രകൾ, മാനസികോല്ലാസങ്ങൾ ഒക്കെ നേടാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ്. ബന്ധു സമാഗമം അല്ലെങ്കിൽ ബന്ധുജനങ്ങളെയൊക്കെ കണ്ടുമുട്ടുക, വളരെ കാലമായിട്ട് ഏറെക്കാലമായിട്ട് കാണാൻ കൊതിച്ചിരുന്നവരെയൊക്കെ കാണാൻ സാധിക്കുക, അവരോടൊത്തൊക്കെ നമുക്ക് സമയം കളയുക, അല്ലെങ്കിൽ നമ്മൾ അടുത്ത് ഇടപഴകാനൊക്കെ കഴിയുക, ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങളും ഈ വർഷം ഈ ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഭൂമി സംബന്ധമായിട്ട് പുതിയ ഭൂമി വാങ്ങുക, ക്രയവിക്രയങ്ങളൊക്കെ നടത്താനുള്ള യോഗമുണ്ട്. പുതിയ ഭൂമി വാങ്ങുക, അല്ലെങ്കിൽ നല്ലൊരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുക, വാഹനം സ്വന്തമായിട്ട് വാങ്ങുക, ഇതൊക്കെ നടക്കുന്ന വർഷം തന്നെയാണ്. ജോലിയിൽ ഇരിക്കുന്നവർക്ക് ജോലിയിൽ പുരോഗതി നേടുന്നതിനും അല്ലെങ്കിൽ പ്രമോഷനൊക്കെ നേടിയെടുക്കുന്നതിനും ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാനും ഒക്കെ യോഗമുള്ള വർഷമാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ ഈ വർഷം നമ്മളെ തേടിയെത്തുന്ന ഒരു സമയമാണ്. നമ്മൾ തേടി പുറകെ നടന്നിട്ട് കിട്ടാത്ത പലതും നമുക്ക് ഈ വർഷം നമ്മളെ തേടി വന്ന് നമുക്ക് കിട്ടും എന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നും നമുക്ക് പ്രകടിപ്പിക്കേണ്ടതില്ല. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് കേട്ടോ ഇത്. പിന്നെ ദമ്പതികളുടെ നമ്മൾ പറയുമ്പോൾ പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ, അല്ലെങ്കിൽ ഒരു സൂക്ഷ്മത, ഒരു കെയറിങ് ഒക്കെ വേണ്ടത് ആവശ്യമാണ്. സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാവും. ആരോഗ്യകാര്യങ്ങളിൽ സന്താനങ്ങളുടെയും ശ്രദ്ധിക്കുക. മാനസികമായിട്ട് ഉല്ലാസത്തിലാണെങ്കിലും ചെയ്യേണ്ട പ്രവർത്തികളൊക്കെ കൃത്യസമയത്തൊക്കെ നമ്മൾ ചെയ്തു തീർക്കുക. ഈ നല്ല സമയമാണെങ്കിലും ആർക്ക് ജാമ്യം നിൽക്കാതിരിക്കുക, പ്രധാനപ്പെട്ട രേഖകളിലൊന്നും നമ്മൾ ഒപ്പിട്ട് കൊടുക്കാതിരിക്കുക, മാനസികമായിട്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യണം കേട്ടോ. ദേവീക്ഷേത്രത്തിൽ ഭജനമിരിക്കുക, അല്ലെങ്കിൽ കഴിവ് പോലെ വഴിപാട് സമർപ്പിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നെയ്യ് സമർപ്പിക്കുക, അല്ലെങ്കിൽ മാല സമർപ്പിക്കുക. അങ്ങനെ നമുക്ക് പറ്റുന്ന വഴിപാടുകളൊക്കെ ഇന്നതെന്ന് പറയും, നമുക്ക് പറ്റുന്ന നമ്മുടെ കഴിവിനനുസരിച്ചുള്ള വഴിപാടുകളൊക്കെ ദേവീക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നത് ഉത്തമമായിരിക്കും. കൃത്യമായ പ്രാർത്ഥന, അവനവൻ്റെ ആചരണമനുസരിച്ചുള്ള ഓരോ വ്യക്തിയുടെയും ആചരണങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും.
അപ്പം നമുക്കിഷ്ടമുള്ള ഈശ്വരനെ, അത് ദേവനായിക്കോട്ടെ ദേവിയായിക്കോട്ടെ, ചിലപ്പോൾ കല്ലായിക്കോട്ടെ മണ്ണായിക്കോട്ടെ പുല്ലായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, നമുക്കിഷ്ടമനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ആരാധന ചെയ്യുക, നമ്മുടെ നിഷ്ഠ അനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യുക, നമുക്കതിൽ വിജയിക്കാൻ സാധിക്കും. നമ്മളിതിൽ പറയുന്ന ഒരു കോമൺ പ്രതിവിധി മാത്രമാണ്. അപ്പോൾ ചിലർ പറയാറുണ്ട് ഞാൻ അവിടെ പോകാറില്ല, ദേവീക്ഷേത്രത്തിൽ പോവില്ല, അല്ലെങ്കിൽ ഞാൻ ശിവങ്ക മാത്രമേ പോവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കൃഷ്ണൻ്റെ അടുത്ത് മാത്രമേ പോവുള്ളൂ. ആയിക്കോട്ടെ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അത് നമ്മുടെ മൈൻഡിൽ എന്താണോ നമുക്ക് പ്രാധാന്യമുള്ളത്, അല്ലെങ്കിൽ നമുക്ക് വിളിച്ചാൽ ഏതാണോ നമുക്ക് അനുകൂലമായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഏതാണോ ഇഷ്ടമായിട്ടുള്ളത് അവിടെ തന്നെ നമ്മൾ പോവുക. നമ്മുടെ ആചരണത്തിൽ നിന്ന് ഒരു മാറ്റവും വരുത്തണ്ട. നമ്മുടെ ആചരണം എന്താണോ അത് തന്നെ ചെയ്യുക, മനസ്സ് ഏകാഗ്രമാക്കുക, അത് മാത്രമേ നമ്മൾ അതിൽ നിന്ന് ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജി മാറി നമ്മളിലേക്കൊരു വൈബായിട്ട് പോസിറ്റീവ് എനർജി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് പറയുക. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മൾ ചെയ്യുക എന്നുള്ളത് തന്നെ കേട്ടോ. അങ്ങനെ ചെയ്തോളുക. പിന്നെ ഇടയ്ക്ക് നമുക്കൊരു ഹൈ നെഗറ്റിവിറ്റിയും തോന്നുന്ന സമയത്തിൽ നമ്മൾ ഒരു ഉപ്പുവെള്ളത്തിൽ കുളിക്കുന്നതൊക്കെ നമുക്ക് ഗുണഫലത്തെ പ്രദാനം ചെയ്യും കേട്ടോ. ചെറിയ ചെറിയ ഒത്തിരി കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുള്ളവരായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വിഷമതകളൊന്നും നമുക്ക് വലിയ വിഷയമായിട്ടങ്ങ് വരത്തില്ല. എന്നാലും ചെറിയ ചെറിയ ഓരോ കുഞ്ഞു വിഷമങ്ങളൊക്കെ ഉണ്ടാവുകയെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ. മാനസികമായിട്ടും അല്ലാതെയൊക്കെ നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. സമ്മാനങ്ങൾ ലഭിക്കുക, സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുക, ഇങ്ങനെയുള്ള യോഗങ്ങളും ഈ വർഷമുണ്ട് കേട്ടോ. പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ നമുക്ക് സമ്മാനം കിട്ടുക, പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ നമ്മളെ തേടിയെത്തുക, പ്രതീക്ഷിക്കാത്ത അംഗീകാരങ്ങൾ പുരസ്കാരങ്ങൾ ഒക്കെ നമുക്ക് കിട്ടാൻ യോഗമുള്ള ഒരു വർഷമാണ് കേട്ടോ ഈ വിഷു കഴിയുമ്പോൾ തൊട്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കയ്യിൽ വരുന്ന ധനം നഷ്ടപ്പെട്ടു പോവാതെ സൂക്ഷിക്കാനുള്ളൊരു പണിയും കൂടി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചോണം. കാരണം ധനം വരുന്നതിനനുസരിച്ച് ചിലവും കൂടി ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വർഷം കൂടിയാണ്. അപ്പോൾ വരുന്ന ധനം ഒഴുകിപ്പോവാതെ അണകെട്ടി നിർത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യുക. കൃത്യമായ രീതിയിൽ ആ ധനം വിനിയോഗിച്ച് കൃത്യമായ രീതിയിലേക്ക് പ്ലാനിങ് കൂടി ചെയ്തില്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് വർഷം കഴിയുമ്പോഴത്തേനും ബാലൻസ് ഒന്നും ഇല്ലാത്ത സിറ്റുവേഷൻ വരും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കണമെങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെ നമ്മൾ ആ ധനത്തെ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ. ബിസിനസ്സിലൊക്കെ പുരോഗതി ഉണ്ടാവാം, ഒന്നിലധികം സ്ഥാപനങ്ങളുടെ ഉടമയാവാം. എങ്കിലും എല്ലായിടത്തും നമ്മുടെ കണ്ണെത്തുകയും വേണം. എല്ലാം ഓരോരുത്തരെ ഏൽപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ വെറുതെ ഇരിക്കരുത് നല്ല സമയമാണെന്ന് വിചാരിച്ച്. കാരണം സമയം നല്ലതാണെങ്കിൽ ആ ഒപ്പം പ്രശ്നങ്ങളും തലപൊക്കും എന്നറിയാലോ. അപ്പോൾ അതുകൊണ്ട് നല്ല സമയം എന്ന് പറയുന്നവരാണ് ഒരു പരിധിവരെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. സമയം നല്ലതാകുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളും കൂടുതലായിരിക്കും. അപ്പോൾ ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടുന്ന അറിവ് അല്ലെങ്കിൽ കഴിവും കൂടി ആർജിച്ച് ഒരു ദീർഘവീക്ഷണത്തോടെ നമ്മളങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ അങ്ങ് ഈസി ആയിട്ട് വിജയിച്ചു പോകാം കേട്ടോ. അപ്പോൾ അതിനൊന്നും നമുക്ക് ടെൻഷനാവേണ്ട വരത്തില്ല. അതുപോലെ വിദ്യാഭ്യാസ പുരോഗതിയൊക്കെ ഉണ്ടാവുമെങ്കിലും വിദ്യാർത്ഥികളൊക്കെ കഠിനമായ ഒരു പരിശ്രമം നടത്തണം കേട്ടോ. വിദ്യാപുരോഗതിക്ക് വേണ്ടി, ബിസിനസ് പുരോഗതി സാമ്പത്തിക പുരോഗതിയൊക്കെ ഓക്കെ, പക്ഷേ വിദ്യാപുരോഗതിക്ക് വേണ്ടി നല്ല കഠിനമായ പരിശ്രമം തന്നെ ഇതിന് വേണം കേട്ടോ. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വിവാഹം നടക്കാൻ വൈകിയവർക്കൊക്കെ വിവാഹത്തിന് ശ്രമിച്ചാൽ നടക്കും. സന്താനയോഗം, ഭൂമി ലാഭം ഒക്കെയുള്ള വർഷമാണ്. വിദേശയോഗം, വിദേശത്ത് നിന്ന് നാട്ടിൽ വരാനുള്ള യോഗം ഒക്കെയുള്ള സമയമാണ്. എല്ലാം കൊണ്ടും കാര്യങ്ങൾ വളരെ അനുകൂലമായിട്ട് വളരെ പുരോഗതിയോടുകൂടി വളരെ നല്ല രീതിയിൽ നമുക്ക് ലൈഫിൽ മുന്നോട്ട് വിജയിച്ചു പോകാൻ പറ്റുന്ന ഒരു വർഷമാണ് ഈ ചിങ്ങക്കൂറുകാർക്കുള്ളത്. കന്നിക്കൂറുകാർക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് നോക്കണ്ടേ? അതായത് ഉത്രത്തി മുക്കാല് അത്തം ചിത്തിര അര വരുന്ന ഈ കന്നിക്കൂറുകാർക്ക് വളരെ നല്ല ഗുണഫലങ്ങളുമായിട്ടാണ് ഈ വിഷു വന്നിരിക്കുന്നത് കേട്ടോ. മുൻ വർഷങ്ങളിലൊക്കെ കുറച്ച് മനക്ലേശങ്ങളും വിഷമങ്ങളും അലച്ചിലും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വർഷം വളരെ നല്ല ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമായിരിക്കും. സാമ്പത്തികമായ പുരോഗതി, ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയാൽ ആരോഗ്യം വേണ്ടത്ര ഗുണകരമാകുന്ന അവസ്ഥയിൽ തന്നെയാവും മുന്നോട്ട് പോവുക. ഈ കൂറുകാർക്ക് പൊതുവിൽ ആരോഗ്യകാര്യങ്ങളിലൊന്നും വലിയ ശ്രദ്ധ ഉണ്ടാവില്ല. ഒരു കാര്യങ്ങൾക്ക് അങ്ങ് ഇറങ്ങി തിരിച്ചാൽ അതിനു വേണ്ടി അങ്ങ് പോകും. അപ്പോൾ അതിനിടയ്ക്ക് ആരോഗ്യം ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ഉറക്കം, ഭക്ഷണം ഇതിനൊന്നും യാതൊരു പ്രാധാന്യവും കൊടുക്കാൻ സാധ്യതയില്ലാത്ത കൂറുകാരാണ്.
അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധ കൃത്യമായ ഉറക്കത്തിനും കൃത്യമായ ഭക്ഷണ ക്രമീകരണത്തിനും കൃത്യമായി എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യരംഗം വളരെ സേഫായിരിക്കും. ആരോഗ്യകാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോകും. അതല്ല എങ്കിൽ അതിനു വേണ്ടി തന്നെ കുറച്ച് ടൈം നമ്മൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക തന്നെ വേണം. സാമ്പത്തികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങളിലൊക്കെ പുരോഗതി, നേട്ടങ്ങൾ, അംഗീകാരങ്ങൾ ഒക്കെ ഉണ്ടാവും. ബിസിനസ് വിജയം അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ബിസിനസ് അല്ലാതെ കണ്ട് വേറൊരു ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കുക, അതിൽ നിന്ന് നമുക്ക് വിജയം ഉണ്ടാക്കുക. നമ്മൾ പറയില്ല അപ്രതീക്ഷിതമായ ധനലാഭമൊക്കെ ഉണ്ടായിന്ന്, അതിനൊക്കെയുള്ള സാധ്യതയുള്ളൊരു വർഷമാണ്. അതുപോലെ തന്നെ സന്താനങ്ങൾ, അതായത് വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഇല്ലാതെ ഏറെ കാലമായി വർഷങ്ങളായി കാത്തിരിക്കുന്നവർക്ക് സന്താന യോഗമുള്ള ഒരു വർഷവും കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ വിവാഹം നടക്കാൻ കാലതാമസം നേരിടുന്നവർക്ക് നല്ല വിവാഹം നടക്കുന്നതിനും നല്ല പങ്കാളിയെ ലഭിക്കുന്നതിനും ഒക്കെ യോഗമുള്ള വർഷമാണിത്. ആരോഗ്യകാര്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. ബാക്കി വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. വിദേശത്തൊക്കെ പോയി വളരെ കാലമായിട്ട് നാട്ടിൽ വരാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഈ വർഷം ശ്രമിച്ചു കഴിഞ്ഞാൽ വിദേശത്തു നിന്ന് നാട്ടിലെത്തുന്നതിനൊക്കെ നമുക്ക് അതിനുള്ള വഴികളൊക്കെ ഒരുങ്ങി വരും കേട്ടോ. അതിനു വേണ്ടി ശ്രമിക്കുക. ഇനി വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പോകാനിരിക്കുന്നവർക്കായിക്കാണെങ്കിലോ നമുക്കൊരു നല്ല ജോലി കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് വിദേശത്ത് പോകണം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി ജോലി ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നവർക്കാണെങ്കിലും അതിനൊക്കെ പറ്റുന്ന അനുകൂലമായ സമയമാണ് കേട്ടോ. നമ്മളൊന്ന് ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുകയൊക്കെ ചെയ്താൽ നടക്കുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ ജോലിയിൽ സ്ഥല മാറ്റം അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം, പുരോഗതി, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്കുള്ള ഒരു നിയമനം ഒക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറയുന്ന വാഹന യോഗം, പുതിയ വീട്, പുതിയ ഭൂമി, സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ടൊക്കെ കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ മേടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ പുരോഗതിയും നേട്ടങ്ങളും നമ്മളെ തേടിയെത്തുന്ന ഒരു വർഷമാണിത്. അപ്പം ഇഷ്ടദേവനെ അല്ലെ ഇഷ്ടദേവിയെ ഭജിക്കുക. അപ്പോൾ ആ ഭജനയിൽ കൂടി നമ്മുടെ മനസ്സിനെ ഏകാഗ്രഹമാക്കുക, ശുദ്ധി വരുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല പുരോഗതി ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. കുടുംബജീവിതമൊക്കെ സന്തോഷപ്രദമായിരിക്കും. എന്നിരിക്കലും പങ്കാളികൾ തമ്മിലുള്ള ബന്ധം പ്രശ്നമാവാതിരിക്കാൻ പ്രത്യേകം കെയർ ചെയ്യുക കേട്ടോ. കാരണം നമുക്ക് നിസ്സാര കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് ഇഷ്യൂ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വർഷം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ക്ഷമയൊക്കെ ജീവിതത്തിൽ നമുക്ക് നല്ല ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ മിണ്ടാതിരുന്നാൽ നമുക്ക് വലിയ കുഴപ്പങ്ങളൊക്കെ ഇല്ല, തട്ടിയും മുട്ടിയൊക്കെ ഉരുണ്ടങ്ങ് പോകാമെന്ന് ചുരുക്കം. അപ്പോൾ അങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കാണെങ്കിലും ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാവാനും യോഗങ്ങളൊക്കെ ഉള്ള വർഷമാണ്. ആരെയും ആശ്രയിക്കാതെ അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കണമെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് സ്വന്തമായിട്ടൊക്കെ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റുന്ന ഒരു വർഷമാണ് കേട്ടോ. അതുപോലെ വളരെ കാലമായിട്ട് ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് ജോലിയൊന്നും ലഭിക്കാതെ കണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു വിഷമസന്ധിയിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ഈ വർഷം ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നൊരു വർഷമാണ്. അംഗീകാരങ്ങൾ, മത്സര വിജയങ്ങൾ, ഇതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. പിന്നെ ആർക്ക് ജാമ്യം നിൽക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആർക്കും പണം കടം കൊടുക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. കടം കൊടുക്കുക അല്ലെങ്കിൽ ജാമ്യം നിൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇത് നമ്മുടെ മണ്ടയ്ക്കാവുന്ന ഒരു സിറ്റുവേഷൻ വരും. ഇപ്പോൾ ജാമ്യം നിന്നു, നമ്മൾ ലാസ്റ്റ് ഇത് അടയ്ക്കേണ്ട ഒരവസ്ഥ വരും. കടം കൊടുത്തു, നമുക്കത് കിട്ടാനില്ലാതെ നമ്മളത് ചോദിച്ച് അവരുടെ പുറകെ നടന്ന് ലാസ്റ്റ് നമ്മളെന്തോ മോശക്കാരായ ഒരു സിറ്റുവേഷനൊക്കെ അവർ വരുത്തി തീർക്കാനും സാധ്യതയുള്ളവരാണ്. കാരണം നമുക്കൊരു ശത്രുവിനെ സൃഷ്ടിക്കാൻ വളരെ എളുപ്പമാണ്. ഒരാൾക്ക് പണം കടം കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ അത് നമ്മൾ തിരിച്ച് ചോദിക്കാൻ ചെല്ലുന്ന സമയം മുതൽ അവർ നമുക്ക് ശത്രുവായിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ചോദിക്കുമെന്ന് പേടിച്ചിട്ടും അവർ മുൻകൂർ ഈ ശത്രുത നമ്മളോട് ഒരു പക്ഷേ വെച്ച് പുലർത്താനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളതൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്ററായ തീരുമാനം. നമ്മൾ ആർക്കും കടം കൊടുക്കാതിരിക്കുക, കൊടുക്കുമ്പോഴാണല്ലോ പ്രശ്നങ്ങളുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് മിത്രം ശത്രുവായി മാറുക തന്നെ ചെയ്യും കേട്ടോ. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ
ചെറിയ ചെറിയ ഉഴപ്പുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകം ഒരു സൂക്ഷ്മതയും ശ്രദ്ധയും ഒക്കെ വെച്ച് പുലർത്തുന്നത് ഉത്തമ മാർഗമായിരിക്കും. വിദേശത്തേക്കൊക്കെ ജോലിക്ക് പോകാൻ ശ്രമിച്ചിരിക്കുന്നവർക്ക് വളരെ കാലമായിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഒന്നും നടക്കാതെ മനപ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഉറപ്പായിട്ടും ഈ വർഷം നിങ്ങൾ ശ്രമിച്ചോളൂ. നിങ്ങൾക്ക് അതിനു വേണ്ടി രക്ഷപ്പെട്ട് കടൽ കടന്നു പോകാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. ഇടയ്ക്ക് കുറച്ച് മനപ്രയാസങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വലിയ കുഴപ്പങ്ങളില്ലാതെ തന്നെയാണ് വിഷു വന്നു പോകുന്നത്. അവർക്ക് വലിയ ഇതൊന്നും ഏൽക്കാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇനി അതിന് വിപരീതമായിട്ട് ആർക്കെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഹൈ നെഗറ്റീവായിട്ട് എന്തെങ്കിലും സംഭവം നമ്മളിലേക്ക് വന്നിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളിൽ ഏറ്റവും ഉത്തമം. കാരണം അല്ലാതെ നമുക്ക് വിഷുവിൻ്റെ വെച്ചിട്ട് നമുക്ക് ഇവർക്കൊരു നെഗറ്റീവ് ഒന്നും പറയാനില്ല. ശത്രുവർദ്ധന ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. കാരണം പുരോഗതി ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും എതിരാളികളും കൂടുതൽ അതായത് നമുക്ക് കൂടുതൽ സ്ട്രോങ് ആവും എന്ന് പറയുന്ന ഒരു എന്താ പറയുക നാട്ടുനടപ്പാണിത്. അതൊരു നമുക്കൊരു ലോകതത്വത്തിൽ എന്ന് പറഞ്ഞ പോലെ പറയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരാൾക്ക് പുരോഗതി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് എതിരാളികളും വർദ്ധിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, എതിരാളികളുടെ ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ നൈസായിട്ട് അങ്ങ് കടന്നു പോകാൻ സാധിച്ചാൽ നമ്മൾ വിജയിച്ചു അല്ലേ. നമുക്ക് ഉള്ള എതിരാളികൾക്ക് നമുക്ക് പുരോഗതി ഉണ്ടെന്ന് അവരറിയാത്തിടത്തോളം നാൾ നമ്മൾ പേടിക്കണ്ട. അപ്പം അറിയുന്നു അപ്പം തൊട്ട് നമ്മൾ പേടിച്ചാൽ മതി. അതുകൊണ്ട് അധികം നമ്മൾ അവരുടെ മുന്നിലേക്ക് നമ്മൾ വലിയ പ്രഹസനമായിട്ട് ചാടാതിരിക്കുക എന്നുള്ളതാണ് നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സേഫായിട്ടുള്ള നമ്മുടെ രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് മാത്രം ചിന്തിക്കുക. അതുപോലെ തന്നെ കുറച്ച് ക്ലേശങ്ങളും മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും സൂക്ഷിക്കുക. മറ്റൊരാളുടെ വാക്ക് കേട്ടൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കാതിരിക്കുക. നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുള്ള, നമുക്ക് പൂർണ്ണമായിട്ട് അറിയുന്ന ഒരു കാര്യങ്ങൾക്ക് മാത്രമേ ഈ വർഷം ചെന്ന് തല വെച്ച് കൊടുക്കാവുള്ളൂ. അതെല്ലാം മറ്റൊരാളുടെ വാക്കിലും പ്രവർത്തിക്കുമനുസരിച്ച് നമുക്ക് നേട്ടം കിട്ടുമെന്ന് വിചാരിച്ച് ഇറങ്ങിപ്പോയിട്ട് ഇപ്പം നമുക്ക് നേട്ടമാണ് എന്ന് പറഞ്ഞ് പോയാൽ ആ പണി നമുക്കറിയില്ലെങ്കിൽ നമ്മളതിൽ പെട്ടെന്ന് കൂട്ടിയാൽ മതി. അതെല്ലാം നമുക്കറിയാമെങ്കിൽ ഓക്കെ. ഇപ്പോൾ നമുക്കറിയില്ലാത്തൊരു ഫീൽഡിലേക്കാണ് ഭയങ്കര വിജയമാണെന്നും പറഞ്ഞ് അവർ കൊണ്ടുപോയി ചാടിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മളതിൽ പരാജയപ്പെടും. നമ്മുടെ സ്വന്തം തീരുമാനമനുസരിച്ച് സ്വന്തം ബുദ്ധിയിൽ ജനിച്ച് അല്ലെങ്കിൽ സ്വന്തം ബുദ്ധിയിൽ കൂടി നമ്മൾ കാര്യങ്ങളെ അവലോകനം ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു വർഷമാണ് കേട്ടോ. അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇഷ്ടത്തിനും ഇംഗിതത്തിനും നമ്മൾ ജീവിക്കാൻ നോക്കിയാൽ എപ്പോൾ പരാജയം നമ്മുടെ കൈ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. നമ്മൾ രക്ഷപ്പെടാൻ വളരെ പ്രയാസമായിരിക്കും. കാരണം നമ്മുടെ സ്വന്തം തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോയാൽ വൻ വിജയങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. പക്ഷെ ചെറിയ ഉഴപ്പുകൾ, ചെറിയ കുഞ്ഞു മടികളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. അത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജോലിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ, വിദ്യാഭ്യാസത്തിൽ, ഇതിലൊക്കെ നമുക്കും മുതിർന്നവർക്കും ഈ മടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ആ മടി എന്ന് പറയുന്ന ശത്രുവിനെ ഒന്ന് ഓവർകം ചെയ്താൽ നല്ല രീതിയിലുള്ള ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് തന്നെ നമുക്കിത് നേടിയെടുക്കാൻ സാധിക്കും എന്നതിൽ യാതൊരു തർക്കവും ആവശ്യമില്ല. നമുക്കതിൽ നിന്ന് വിജയം ഉണ്ടാവും, നേട്ടങ്ങളുണ്ടാവും, പുരോഗതി ഉണ്ടാവും, നല്ല ബന്ധങ്ങളും ഉണ്ടാവും. നല്ല വിജയം ലഭിക്കുന്ന വർഷമാണ് കലാകായിക മേഖലകളിൽ നിൽക്കുന്നവർക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ബിസിനസ്, ഈ ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഇതിലൊക്കെ നിൽക്കുന്നവർക്ക് വൻ പുരോഗതി തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. നല്ല പുരോഗതിയും നേട്ടങ്ങളും പേരും പ്രശസ്തിയും അംഗീകാരങ്ങളും എല്ലാം കൂടെ വരുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ ഇത്. ഈ വിഷുഫലം തുലാക്കൂറുകാരുടെ നമുക്ക് നോക്കാം. ചിത്തിരയര, ചോതി, വിശാഖം മുക്കാൽ വരുന്ന തുലാക്കൂറുകാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വർഷമാണ്. മുൻ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് നല്ല സന്തോഷവും മനസ്സമാധാനവും ദേഹസുഖവും ഒക്കെ കിട്ടുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ആരോപണങ്ങളിൽ ചെന്ന് പെടുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമതകൾ ഉണ്ടാക്കുക, മനപ്രയാസങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് കയറി വരികയും ചെയ്യും. ദാമ്പത്യ വിജയം, തൊഴിൽ പുരോഗതി, അതുപോലെ തന്നെ കർമ്മ മേഖലയിൽ വിജയം, ഇതൊക്കെ ഈ വർഷം നമുക്ക് നേടിയെടുക്കാവുന്ന കാര്യങ്ങളാണ്. ആരോടും പ്രത്യേകിച്ച് വഴക്കിനോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. തൊഴിലിൽ നിന്ന് നല്ല പുരോഗതി നേടാൻ സാധ്യതയുള്ള വർഷമാണ്. ചെയ്യുന്ന തൊഴിൽ എന്ത് തന്നെയാണെങ്കിലും അത് വിപുലീകരിക്കാനും അതിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങളും സാമ്പത്തികമായ പുരോഗതിയും ഒക്കെ നേടിയെടുക്കാനും സാധിക്കുന്ന ഒരു വർഷമാണ്. കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് എങ്കിൽ ഉറപ്പായിട്ടും വിജയം നമുക്ക് എത്തുക തന്നെ ചെയ്യും.
ബിസിനസ്സുകാർക്കും വളരെ അനുകൂലമായ ഒരു വർഷമാണിത്. തൊഴിൽപരമായ പുരോഗതി എല്ലാ മേഖലയിലുള്ളവർക്കും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണെങ്കിലും വളരെയധികം കഠിന അധ്വാനം കൊണ്ടാണ് കൂടുതൽ പുരോഗതിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് ശ്രമിച്ചാൽ നല്ല ജോലിയിൽ ലഭിക്കുന്നതിനും നല്ല രീതിയിലുള്ള സാലറി ലഭിക്കുന്ന നല്ലൊരു പോസ്റ്റ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഒരു പ്രശ്നങ്ങൾ ഇടയ്ക്ക് തലപൊക്കുമെങ്കിലും വളരെ കൃത്യതയോടുകൂടി തന്നെ ഒരു അസുഖം വരുമ്പോൾ തന്നെ മരുന്നിന് പോവുകയും ഔഷധങ്ങൾ സേവിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൃത്യമായ നിഷ്ഠയോടുകൂടിയുള്ള ജീവിതചര്യ കൊണ്ടും കൂടെ ആവുമ്പോൾ നമുക്കതിനെയെല്ലാം മറികടക്കാൻ സാധിക്കുന്നതും കൂടിയാണ് കേട്ടോ. ആരോടും അമിതമായ ആത്മവിശ്വാസം വെച്ച് പുലർത്താതിരിക്കുക. കാരണം പ്രത്യേകിച്ച് ബിസിനസ്സിൽ അപ്പം നമ്മളൊരാളെ എല്ലാം ഏൽപ്പിച്ചു, ഇനി ഞാനങ്ങ് പോയില്ലെങ്കിലും അവരെല്ലാം നോക്കിക്കോളും, ഞാനങ്ങ് ചെന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം, അതിന് മറ്റൊരാൾ നിർത്തിയിട്ട് കാര്യമില്ല എന്നുള്ള മൈൻഡോട് കൂടി തന്നെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വിജയം നേടാൻ സാധിക്കും കേട്ടോ. ദമ്പതികൾ തമ്മിലുള്ള ഐക്യത്തിനൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വഴിയില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ ഒരൈക്യമത്യ അർച്ചനയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതങ്ങ് മാറിപ്പോകാവുന്നതേ ഉള്ളൂ. മാനസികമായിട്ട് കുറച്ച് പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയൊക്കെ തന്നെ അതങ്ങ് തരണം ചെയ്ത് ഓവർകം ചെയ്യാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. അപ്പോൾ വളരെയധികം ക്ഷമയും കൂടി നമ്മളൊന്നെടുത്താൽ നമുക്ക് വളരെ നല്ല രീതിയിൽ വിജയിച്ചു പോകാൻ പറ്റുന്ന ഒരു വർഷം കൂടിയാണ്. അതുപോലെ തന്നെ ആരാധനാലയങ്ങളുടെ നിർമ്മിതി അല്ലെങ്കിൽ പുനരുദ്ധാരണം ഇതിലൊക്കെ പങ്കാളികളാവാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അതൊക്കെ ചെയ്യാനുമൊക്കെയുള്ള കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വർഷമാണ്. കലാപ്രവർത്തനങ്ങൾ, കായിക മേഖലയിൽ നിൽക്കുന്നവർ, അതുപോലെ തന്നെ ചിത്രരചന അങ്ങനെയൊക്കെയുള്ളവർക്ക് നല്ല വിജയങ്ങൾ നേടുന്നതിനും ജനങ്ങൾ അംഗീകരിക്കാനും അവരുടെ കഴിവിനെ പെട്ടെന്ന് പുരോഗതിയിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ അതിനെ ജനശ്രദ്ധ ആകർഷിക്കാനുമൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. അതുപോലെ തന്നെ ജോലിയിൽ സ്ഥലം മാറ്റം ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. അതുപോലെ തന്നെ നൃത്തം, മ്യൂസിക്കുകൾ, പാട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ജനശ്രദ്ധ ആകർഷിക്കുകയും പെട്ടെന്ന് നമ്മളെ ഒരു ഉന്നതിയിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വേണ്ടി നമ്മൾ കുറച്ച് പ്രാക്ടീസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിജയിച്ചു പോകാവുന്ന ഒരു വർഷമാണ്. അതുപോലെ വിവാഹ കാര്യങ്ങളിലൊക്കെ കാലതാമസം നേരിടുന്നവർ യഥാശക്തി വഴിപാട് ഗണപതിക്ക് സമർപ്പിച്ച് കറുകമാലയോ അല്ലെങ്കിൽ നാളികേരം ഉടയ്ക്കോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറ്റുന്ന ഗണപതി ക്ഷേത്രത്തിൽ പ്രാധാന്യമുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ച് ഒരു 9 വ്യാഴാഴ്ച തോറും ഗണപതി ക്ഷേത്ര ദർശനമൊക്കെ നടത്തുമ്പോൾ അതിൻ്റെ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറി വരേണ്ടതാണ് കേട്ടോ. അതുപോലെ സന്താനയോഗം അല്ലെങ്കിൽ കുട്ടികൾക്കില്ലാതെ വിഷമിക്കുന്നവർക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എപ്പോഴെങ്കിലും ചെറിയൊരു വിഷമതകൾ ഈ തുലാക്കൂറുകാർക്ക് വന്നാൽ ഈ ഗണപതി ക്ഷേത്രത്തിൽ ഈ വഴിപാടുകളൊക്കെ ചെയ്താൽ ഇവർക്ക് നോർമലി അതിന് എല്ലാ കാര്യങ്ങൾക്കും ആ തടസ്സങ്ങളെല്ലാം ഒന്ന് മാറിയിട്ട് കാര്യങ്ങളൊന്ന് സ്മൂത്തായിട്ട് വരും കേട്ടോ. പിന്നെ നമുക്ക് പറയാനുള്ളത്, വിദേശത്തൊക്കെ പോയിട്ട് നമുക്കവിടെ നല്ലൊരു ജോലി നമ്മൾ പ്രതീക്ഷിച്ച ഒരു ജോലി ആയിട്ടുമില്ല, തിരിച്ച് നാട്ടിൽ പോരാനും പറ്റാതെ നിൽക്കുന്നവർക്ക് ഒന്നുകിൽ ജോലി ശരിയാവുകയോ അല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആവുകയോ ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. അതിനുവേണ്ടി നമ്മളൊന്ന് പരിശ്രമിച്ചാൽ മതി. അതുപോലെ വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പല പല തടസ്സങ്ങൾ കൊണ്ട് മുടങ്ങിക്കിടക്കുന്നതാണെങ്കിൽ ഈ വർഷം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് വിജയിക്കാനും അതുപോലെ പുരോഗതിയിലേക്ക് എത്താനും സാധിക്കുന്ന വർഷം കൂടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിലൊക്കെ മാതാപിതാക്കളുടെയും കൂടെ ശ്രദ്ധ ഈ വർഷം വളരെയധികം മുന്നിട്ട് ഇറങ്ങി നിങ്ങൾ ചെയ്തില്ല എങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് അതിനൊക്കെ ഒരു തടസ്സങ്ങൾ ഉണ്ടാവാനും ഒരു മടി അല്ലെങ്കിൽ ഒരു അലസതയൊക്കെ ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ച് വിട്ടാൽ മതി, അപ്പോൾ അവരങ്ങ് കയറിപ്പൊക്കോളും. അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു ശ്രദ്ധ പുലർത്തണം. ആരോഗ്യകാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോകും. അതുപോലെ വീട് പണിയുക അല്ലെങ്കിൽ നമുക്ക് വസ്തു വാങ്ങാനൊക്കെ ഇരിക്കുന്നവർ ആ പണം എടുത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് മറച്ചു പോയാൽ അത് നമ്മൾ ഉദ്ദേശിക്കുകയാണ് വെറുതെ ഇരിക്കുകയല്ലേ, ഇപ്പോൾ ഈ മാസം ഇത് ചെയ്തിട്ട് അടുത്ത മാസം നമുക്കതൊന്ന് ചെയ്യാം എന്ന് വിചാരിച്ചാൽ വീണ്ടും കാലതാമസമൊക്കെ നേരിടാനുള്ള സാധ്യതയുണ്ടാവും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടാൽ അതിന് വേണ്ടി നമ്മൾ ഇറങ്ങിക്കൊടുക. ആ പൈസ എടുത്ത് വേറൊരു ആവശ്യത്തിന് മറിച്ചിട്ട് നമുക്ക് പിന്നീട് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതിലും തടസ്സങ്ങൾ നേരിടാനും ആ പ്ലാൻ തന്നെ മുടങ്ങിപ്പോവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് കേട്ടോ.
നമുക്ക് കാര്യസാധ്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാറുണ്ട്. നമുക്ക് പല പല കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളൊന്നും അല്ലാതെ ഇതിലും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാനുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമ്മൾ വേഗം തന്നെ ഇറങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ കാര്യവിഘ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തടസ്സങ്ങൾ അല്ലെങ്കിൽ നമുക്ക് മനപ്രയാസങ്ങൾ, അതിന് ഒരുപാട് ഒന്ന് നടക്കേണ്ടതിന് 9 നടക്കുക എന്നൊക്കെ പറഞ്ഞ രീതിയിലൊക്കെ നമുക്ക് ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമതകളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം കേട്ടോ. പിന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മൂല കുടുംബക്ഷേത്ര ദർശനമൊക്കെ നടത്താത്തവരാണ് എങ്കിൽ അതിനുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ഇറങ്ങി പ്രവർത്തിച്ച് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും. ആരോടും അമിതമായ ഒരു നമ്മൾ പറയില്ലേ, ആരോടും അമിതമായിട്ടൊരു വിശ്വാസം പുലർത്താതിരിക്കുക. കാരണം അവരെ ഏൽപ്പിച്ചാൽ അവരെല്ലാം ചെയ്തോളും, ഞാനങ്ങ് പോയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. നമ്മൾ പോകേണ്ടത് നമ്മൾ തന്നെ പോവുക. നമുക്കൊരു ദിവസം ടൈം ഇല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ അതിൻ്റെ റിസൾട്ട് കറക്റ്റ് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ സാമ്പത്തികമായ ക്രമക്കേടുകളോ നഷ്ടങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യത കൂടി നമ്മൾ ഒന്ന് മുന്നിൽ കാണുന്നത് നന്നായിട്ടിരിക്കും കേട്ടോ. അതുപോലെ തന്നെ പിന്നെ നമുക്ക് പറയുന്നത്, ബന്ധുമിത്രാദികളൊക്കെ ആയിട്ട് നല്ല ഐക്യം, സ്നേഹബന്ധങ്ങൾ അല്ലെങ്കിൽ ഒത്തുകൂടലുകൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വർഷമാണ്. ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക, സ്വന്തം അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, സ്വന്തം കർത്തവ്യത്തിൽ ഉറച്ചു നിൽക്കുക, സ്വയം ഓരോ കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് മനസ്സിലിട്ട് വിശകലനം നടത്തി ചിന്തിച്ചുറപ്പിച്ച് ഏതൊരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് വിജയം തന്നെയാണ് കേട്ടോ ഈ വർഷം. വൃശ്ചികക്കൂറുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട വരുന്ന ഈ കൂറുകാർക്ക് കുറച്ച് സമയം മോശവും ഒക്കെ ആയിരുന്നു അല്ലേ. കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഓവർകം ചെയ്തിട്ടുണ്ട്. ഇനി സന്തോഷമുള്ള വളരെ നല്ല സമയങ്ങളൊക്കെയാണ് മുന്നിലേക്ക് വരുന്നത്. ആഡംബരപൂർണമായ ജീവിതം, അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉയർച്ച, ജീവിത പുരോഗതി, ജീവിത നിലവാരം മെച്ചപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഒക്കെ വിജയിക്കുക, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത പുരോഗതി നേടുക, നല്ല രീതിയിലുള്ള സാമ്പത്തിക ലഭ്യത നേടിയെടുക്കുക, വിജയങ്ങൾ, നമുക്ക് എപ്പോഴും നല്ല നേട്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ ഇത്. തൊഴിൽ ലാഭം, ജോലിയില്ലാതെയൊക്കെ വിഷമിച്ച് ബുദ്ധിമുട്ടി ഇനി എന്ത് ചെയ്യും, ജോലിക്ക് എന്താ ചെയ്യുക, എങ്ങനെ ജോലി കിട്ടും എന്നൊക്കെ വിഷമിച്ച് നടന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ശ്രമിച്ചാൽ ഈ വർഷം ജോലി കിട്ടും. ജോലിയിൽ ഇരിക്കുന്നവർ പ്രത്യേക ഒരു ശ്രദ്ധ കൂടി വേണം കേട്ടോ. എടുത്തുചാട്ടം കൊണ്ട് ആ ജോലി നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ഒന്ന് സൂക്ഷിക്കുക. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാതെയുള്ള പ്രവൃത്തി കൊണ്ടോ ചിന്തിക്കാതെയുള്ള വാക്കുകൾ കൊണ്ടൊക്കെ ഉള്ള ജോലി നമുക്ക് നഷ്ടമാവാനും സാധ്യതയുള്ള ഒരു വർഷമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കുക. കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവാനും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിജയങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്ന വർഷമാണ്. കൃത്യമായ രീതിയിലുള്ള ഈശ്വര പ്രാർത്ഥനകളും നിഷ്ഠകളും പഠന രീതികളും കൊണ്ട് നല്ല രീതിയിലുള്ള മാർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. ആരോടും പെട്ടെന്ന് നമ്മൾ പ്രകോപിച്ച് നമ്മളൊന്നും സംസാരിക്കാതിരിക്കുക, എടുത്തു ചാടി പറയാതിരിക്കുക, എല്ലാവരോടും ക്ഷമയോടുകൂടി പെരുമാറുക, സ്വന്തം വളർച്ചയുടെ മാനദണ്ഡങ്ങളെ നമ്മൾ തന്നെ മുറുക്കി പിടിച്ച് ആത്മീയവും സത്യസന്ധവുമായ ജീവിത രീതി കൊണ്ട് നമുക്ക് വിജയങ്ങളും അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ ഇത്. പരീക്ഷ ഉള്ള കുട്ടികളൊക്കെ നല്ല രീതിയിൽ കൃത്യമായി നിഷ്ഠയോടെ പഠിച്ച് പരീക്ഷ എഴുതിയാൽ വിജയിക്കാനുള്ള സാധ്യത നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായിരിക്കും കേട്ടോ. നല്ല മാർക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, വിജയിച്ചു എന്നതുകൊണ്ട് കാര്യമില്ല, നമുക്ക് നല്ല മാർക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് നല്ലൊരു ഫലത്തെ പ്രദാനം ചെയ്യും. വിദേശ യാത്രകൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് പോകുന്നതിനും നല്ല ജോലിയിൽ പ്രവേശിക്കുന്നതിനും നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങളെ സമ്പാദിക്കുന്നതിനും ഒക്കെ സാധ്യതയുള്ളൊരു വർഷമാണ്. നാട്ടിലുള്ളവർക്കാണെങ്കിലും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നല്ല ജോലികൾ ലഭിക്കാനും ആ ജോലിയിൽ നിന്ന് നല്ലൊരു ഇൻകം നമുക്ക് നേടിയെടുക്കാനും അതുവഴി നമുക്ക് സാമ്പത്തികമായ നല്ല പുരോഗതികൾ ഉണ്ടാവാനും ഒക്കെ സാധ്യതയുള്ളൊരു വർഷമാണ് കേട്ടോ. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, വിവാഹം താമസിക്കുകയോ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാതിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഈ വർഷം
നമ്മൾ കൂടുതൽ സാധ്യതകൾ വിവാഹം നടക്കുന്നതിനും അല്ലെങ്കിൽ സന്താന ഭാഗ്യത്തിനും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വർഷമാണ്. അപ്പോൾ വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർ പ്രത്യേകം ഒരു കരുതലോട് കൂടി അന്വേഷിക്കുകയും അത് വേണമെന്ന് ആഗ്രഹിച്ച് തന്നെ അന്വേഷിക്കുകയും നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വർഷം വിവാഹമൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു വർഷം തന്നെയാണ് കേട്ടോ. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് അധികം പ്രസക്തി കൊടുക്കാതിരിക്കുക. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞാൽ അനുസരിക്കരുതെന്നല്ല, നമ്മളെ വലിയ പരിചയമൊന്നുമില്ല, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ നമുക്ക് ഒരു സുഹൃത്ത് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പൂർണ്ണമായും നമ്മുടെ നന്മയ്ക്കാണെന്ന് നമ്മൾ ധരിക്കരുത്. ചെറിയ ചെറിയ അബദ്ധങ്ങൾ അവർക്കും സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവർ പറയുന്നത് നല്ലതാണ് എങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുക, അത് പ്രാവർത്തികമാക്കുക. പറയുന്നത് അതേപടി അതിപ്പോൾ വീട്ടിലുള്ളവരാണേലും നമ്മുടെ സുഹൃത്തുക്കളാണേലും ആരറിയുന്നവരാണേലും ആ സംഭവം നമ്മൾ അപ്ലൈ ചെയ്താൽ എങ്ങനെയാവും നമ്മുടെ വിജയം, അല്ലെങ്കിൽ നമുക്കത് അറിയാമോ, നമ്മളത് ചെയ്താൽ വിജയിക്കുമോ, അല്ലെങ്കിൽ നമുക്കതുകൊണ്ട് നേട്ടം ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി മാത്രമേ നമ്മളതിനിറങ്ങാവുള്ളൂ. അല്ല എങ്കിൽ നമുക്ക് നേട്ടത്തിലുപരി വൻ കോട്ടങ്ങളായിരിക്കും സംഭവിക്കുക കേട്ടോ. ഇനി അറിയില്ലാത്തൊരു കാര്യമാണെങ്കിലും പഠിക്കാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ, പഠിച്ചിട്ട് നമ്മൾ ചെയ്യുക എങ്കിലാണ് നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. അതുപോലെ കൂട്ട് ബിസിനസ് അല്ലെങ്കിൽ പങ്കാളിത്തമായ പരിപാടികൾക്കൊന്നും അധികം നിൽക്കാതിരിക്കുക. അതൊക്കെ നമുക്ക് ചിലപ്പം സാമ്പത്തികമായ നഷ്ടങ്ങളും വിഷമതകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാക്കി തരും കേട്ടോ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കാം. ജോലിയിൽ സ്ഥലം മാറ്റമൊക്കെ ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് കൃത്യമായിട്ട് ഇപ്രാവശ്യം അതിനുവേണ്ടി ശ്രമിച്ചാൽ കുറച്ച് നമ്മൾ നടക്കേണ്ട വരുമെന്നേ ഉള്ളൂ. എങ്കിൽ പോലും ആ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കൃത്യമായിട്ട് നമുക്ക് നടത്തി കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഭൂസ്വത്തുകൾ കൈവശം വന്നു ചേരുക, അല്ലെങ്കിൽ ഭൂമി ലാഭം, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് നമുക്ക് നിക്ഷേപങ്ങൾ, അതായത് ഇപ്പം നമ്മൾ ഒരുപക്ഷെ എന്തെങ്കിലും കൃഷി ആദായങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ വരുമാനം നമുക്ക് ലഭിക്കുക. ചിലപ്പോൾ നമ്മളായിരിക്കില്ല നട്ടത്, പക്ഷെ അതിൻ്റെ വരുമാനം നമുക്ക് എടുക്കാവുന്ന ഒരു സിറ്റുവേഷൻ കിട്ടുക. ഇപ്പോൾ ചിലപ്പോൾ പിതൃസ്വത്തെന്നൊക്കെ നമുക്ക് വേണേൽ പറയാൻ പറ്റും, അല്ലെങ്കിൽ വാങ്ങുന്നതാവാം. ഇപ്പോൾ വേറൊരാൾ നട്ടായിരിക്കുമല്ലോ നമ്മൾ വാങ്ങുക, അപ്പോൾ അങ്ങനെയും ആവാം, അല്ലെങ്കിൽ പിതൃസ്വത്താവാം. നമ്മൾ അധ്വാനിക്കാതെ നമ്മുടെ കയ്യിലേക്ക് വരുന്ന പൈസയൊക്കെ നമുക്ക് അനുഭവത്തിൽ വരുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ ഇത്. അതുപോലെ പിന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം, വാഹനം ഒക്കെ ഓടിക്കുന്നവരാണെങ്കിൽ അസമയത്തുള്ള ഡ്രൈവിങ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. വാഹന യോഗ ഉണ്ട്, വാഹനം കൊണ്ട് ധനം ഉണ്ടാക്കാനും യോഗമുള്ള ഒരു നക്ഷത്രം സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഇപ്പോൾ വാഹനമൊക്കെ വണ്ടി ഓടിച്ച് ടാക്സിയൊക്കെ ഓടിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു അനുകൂലമായ സമയമാണ്. ധാരാളം വർക്ക് ലഭിക്കുന്നതിനും അതുവഴി ധാരാളം ധനം പ്രാപ്തമാകുന്നതിനും അതിൽ കൂടി നമുക്ക് ജീവിതത്തിൽ ഒരു വിജയം നേടുന്നതിനും ഒക്കെ സാധിക്കുന്ന വർഷമാണ്. അതുപോലെ നമുക്ക് വേറൊരു കാര്യം പറയാവുന്നത്, നമ്മുടെ പങ്കാളികൾ വഴിയുള്ള നേട്ടം, അല്ലെങ്കിൽ അവരുടെ ഭൂസ്വത്തുകളോ അല്ലെങ്കിൽ അവർ മുഖാന്തരം ധനമായ നേട്ടങ്ങളോ ദ്രവ്യ നേട്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വർഷം കൂടിയാണ്. ആലോചനയില്ലാത്ത പ്രവൃത്തി കൊണ്ട് നമുക്ക് എടുത്തു ചാടി ദുഃഖിക്കാനുള്ള ഇട വരുത്താതിരിക്കാൻ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ. ഞാൻ ആദ്യവും പറഞ്ഞിരുന്നു, ഇപ്പോൾ വീണ്ടും പറയുന്നു, ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. മനസ്സമാധാനം എന്ന് പറയുന്നൊരു വസ്തു നമ്മുടെ കയ്യിലാണുള്ളത്. അത് മറ്റൊരാളുടെ കയ്യിലുണ്ട്, അതിൻ്റെ കീ കൊടുത്തിട്ട് നമ്മൾ വിഷമിക്കാനുള്ള ഒരിട വരരുത്. പ്രത്യേകിച്ച് ഈ വൃശ്ചികക്കൂറുകാർ, എല്ലാവരോടുമുള്ള അമിത വിശ്വാസം നിമിത്തം നമ്മുടെ എല്ലാ മനസ്സിൻ്റെ ഐഡിയകളും നമ്മൾ വേറൊരാളെ ചെന്ന് ഏൽപ്പിച്ച് അവിടെ ഭദ്രമാണെന്ന് വിചാരിച്ചിട്ട് സുഖമായി വന്നിരുന്ന് ഉറങ്ങാൻ വരട്ടെ. നമ്മുടെ തീരുമാനങ്ങൾ എന്താണോ, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ, അത് നമ്മൾ മാക്സിമം നടപ്പിൽ വരുത്താൻ ശ്രമിക്കുക. അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. അതൊരു മറ്റൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇനി അവർ ചെയ്തോളും എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ വെറുതെ മെനക്കെടാൻ നിൽക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർ 100% ആത്മാർത്ഥതയോടെ ആയിരിക്കാം ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ചെയ്യുന്ന അത്രയും ഒരു സക്സസ് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ആരെയും വില കുറച്ച് കാണാതിരിക്കുക. എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറുക. വിവാഹമൊക്കെ പുതുതായിട്ട് നടക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ വിവാഹ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ആലോചിച്ചിട്ട് നടത്താവുള്ളൂ. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിൽ നിന്നുള്ള പിന്നീടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ട്രസ്റ്റുകളുടെയൊക്കെ ഭരണ ചുമതല അല്ലെങ്കിൽ കേന്ദ്ര സ്ഥാനത്തേക്കൊക്കെ എത്തുവാൻ യോഗമുള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ ഈ നക്ഷത്രക്കാർക്ക്. നൃത്തം, അതുപോലെ തന്നെ കവിതകൾ അല്ലെങ്കിൽ പാട്ടുകൾ, അലങ്കാരപ്പണികൾ, അങ്ങനെ കലാരംഗത്ത് പല മേഖലയിൽ നിൽക്കുന്നവർക്ക്, അഭിനയം, പല പല മേഖലകളുണ്ടല്ലോ, അഭിനയത്തിൻ്റെ പല പല മേഖലകളിൽ നിൽക്കുന്നവർക്ക് വിജയ യോഗമുണ്ട്. ചിത്രരചന, കലാരചനകൾ, അല്ലെങ്കിൽ പുസ്തകം എഴുതുന്നവർ,
സമൂഹത്തിൻ്റെ നാനാ തുറയിലുള്ള ഈ നക്ഷത്രക്കാർക്കും വിജയം കൊണ്ടാണ് ഈ വിഷുവിൻ്റെ ഒരു വരവുള്ളത്. അപ്പോൾ ഈ വിഷു പൊതുവിൽ നല്ല നല്ല ഫലങ്ങളുമായിട്ടാണ് ഈ വൃശ്ചിക കൂറുകാർക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. മൂലം, പൂരാടം, ഉത്രാടം കാല് വരുന്ന ധനുക്കൂറുകാർക്ക് വളരെ നല്ല ഗുണഫലങ്ങളാണ് കേട്ടോ വിഷു കൊണ്ട് തരിക. നല്ല രീതിയിലുള്ള ജീവിത പുരോഗതികൾ, നേട്ടങ്ങൾ, സ്ഥാനമാനങ്ങൾ നമുക്ക് ലഭിക്കും. ഏറെക്കാലമായിട്ട് വസ്തു വിൽക്കാനൊക്കെ ആഗ്രഹിച്ചിട്ട് അത് വിൽക്കാതിരിക്കുന്നവർക്കാണെങ്കിൽ ഈ വർഷം ശ്രമിച്ച അത് വിൽപ്പനയൊക്കെ നടക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. പൂർവികമായ സ്വത്തുകൾ നമുക്ക് ലഭിക്കുക, വ്യവഹാരങ്ങളിൽ വിജയം നേടുക, സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല നേട്ടങ്ങളുണ്ടാവുന്ന സമയമാണ്. സന്താനങ്ങളിൽ നിന്ന് സാമ്പത്തിക ലാഭം ലഭിക്കുക, സഹായ സഹകരണങ്ങളൊക്കെ നമുക്ക് എല്ലാവരിൽ നിന്നും ഒരു സപ്പോർട്ടീവായിട്ടുള്ള മൈൻഡൊക്കെ ഉണ്ടായി കിട്ടുക, അതാണ് സഹായം എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള നമുക്ക് നമ്മളോട് എല്ലാവർക്കും ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രകൃതം ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വർഷം നടപ്പിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സമ്മാനങ്ങൾ, നമുക്ക് വിലപിടിപ്പുള്ള നല്ല നല്ല സമ്മാനങ്ങളൊക്കെ ലഭിക്കുവാൻ യോഗമുള്ള വർഷമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ലേശം കൃത്യമായ നിഷ്ഠയോടു കൂടിയുള്ള ശ്രദ്ധ ആവശ്യമാണ്. ഭക്ഷണമൊക്കെ സമയത്ത് കഴിക്കുകയും ഉറക്കമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യേണ്ടത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യങ്ങളിലൊന്നാണ് കേട്ടോ. അതുപോലെ വിദ്യാർത്ഥികൾക്കൊക്കെ പഠനത്തിൽ മികവ് പുലർത്താൻ പറ്റുന്നൊരു വർഷമാണ്. ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുമെങ്കിൽ പോലും വിദ്യാപുരോഗതി, നേട്ടങ്ങൾ, അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗം ലഭിക്കുക, അല്ലെങ്കിൽ ജോലിയിൽ പുരോഗതി നേരിടാൻ പറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ഒരുപാട് കാലങ്ങളായിട്ട് മനസ്സിലാഗ്രഹിച്ച് കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളും ഈ വർഷം നമുക്ക് വിജയത്തിലെത്തിക്കാൻ സാധിക്കും. സമ്പത്തും സമൃദ്ധിയും ആവോളം ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. എന്തെല്ലാം പല പ്രതിസന്ധികളുണ്ടെങ്കിലും ആ പ്രതിസന്ധികളെയെല്ലാം ഓവർകം ചെയ്ത് മനസ്സുകൊണ്ട് അതിനെയെല്ലാം നമുക്ക് തരണം ചെയ്ത് കയറി വരാനും സാധിക്കുന്ന ഒരു വർഷമാണ്. പ്രധാനമായിട്ടും ഈ വർഷം നമ്മുടെ മൈൻഡ് ഓക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ പകുതി ഭാഗം വിജയിച്ചു. ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ വരിക, സമാധാനമില്ലാത്ത സിറ്റുവേഷൻ വരിക, ഇതിനെയൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് നല്ല രീതിയിൽ പുരോഗതിയോടുകൂടി എനിക്കെല്ലാം സാധിക്കും, അല്ലെങ്കിൽ ഞാൻ നോക്കിയാൽ നടക്കും എന്നുള്ള ചിന്താഗതിയിൽ നമ്മൾ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയാൽ നമുക്ക് നല്ല രീതിയിൽ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണിത്. അതുപോലെ നാൽക്കാലികളിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാവുക, കൃഷിഭൂമിയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാവുക ഒക്കെ ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. തൊഴിൽ അന്വേഷകർക്ക് ആഗ്രഹിക്കുന്ന ജോലിയിൽ തന്നെ പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ഔദ്യോഗിക രംഗത്തൊക്കെ നിൽക്കുന്നവർക്ക് അതിൽ നല്ല രീതിയിൽ ശോഭിക്കുന്നതിനും നല്ല പുരോഗതി ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ നമുക്ക് നല്ല വിജയങ്ങളൊക്കെ നേടിയെടുക്കാനും സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. വിദ്യാർത്ഥികളുടെ കാര്യം നമ്മൾ പറഞ്ഞു. വിവാഹ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നല്ല രീതിയിൽ പുരോഗതിയിലെത്താനും അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല ബന്ധങ്ങൾ നമുക്ക് വരാനും, അതായത് വിവാഹത്തിൽ കൂടി നമുക്ക് പുരോഗതി നേരിടുക. അപ്പം നമ്മളിലും സാമ്പത്തികമുള്ള ഒരു കുട്ടിയാവാം, അല്ല നല്ല ജോലിയുള്ളൊരു കുട്ടിയാവാം, നമുക്ക് സാമ്പത്തികമായ പുരോഗതികളൊക്കെ ഉണ്ടാവാൻ യോഗമുള്ള ഒരു സമയം കൂടിയാണ്. നമ്മൾ പറയില്ലേ, ചിലർ വലുതുകാലം വെച്ച് വന്നതോടുകൂടി കുടുംബം രക്ഷപ്പെട്ടു, ചിലർ വന്നപ്പോൾ നശു എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞിട്ട് ഈ വർഷം നമുക്ക് കുടുംബത്ത് നമുക്ക് നല്ല നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. പിന്നെ നമുക്കിടെ അലസ മനോഭാവവും മടിയൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമ്മൾ നല്ല വിശാല മനസ്സിലായി നല്ല കഠിനാധ്വാനികളായിട്ട് മുന്നോട്ടിറങ്ങിയാൽ ഈ വർഷം നമുക്ക് പരാജയങ്ങളെ തൊട്ട് തീണ്ടുകയില്ലെന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും ഈ ധനുക്കൂറുകാർ വളരെ അധ്വാനശീലരാണ്. ആരിൽ നിന്നൊന്നും വെറുതെ വേണമെന്ന് ചിന്തിക്കുന്നവരോ അധ്വാനിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോ ഒന്നുമല്ല. നല്ല ജീവിത പുരോഗതിയും നേട്ടങ്ങളും അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കാം. അതുപോലെ കുടുംബത്ത് സന്തോഷമുള്ള നിമിഷങ്ങൾ ഉണ്ടാവുക, ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടാവുക, നേട്ടങ്ങൾ ഉണ്ടാവുക, സാമ്പത്തിക പുരോഗതികൾ ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ ഇത്. ആരോടും നമ്മൾ അധികമായിട്ട് പങ്കാളിത്ത ബിസിനസ്സിലൊന്നും ചെന്ന് ചാടി അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ പ്രത്യേകം നമ്മൾ കെയർ ചെയ്യേണ്ടതും കൂടിയാണ്. പങ്കാളിത്ത ബിസിനസ് വഴിയൊക്കെ ധനം നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണിത്. പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ ശുദ്ധ മനസ്സിന് ഉടമകളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മറ്റുള്ളവരുടെ പ്രേരണയിൽ വീഴാനും അതിൽ നിന്ന് നമുക്ക് പിന്നീട് ചതി പറ്റാനുമൊക്കെ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ.
അതുപോലെ മാനസികമായിട്ട് കുറച്ച് പിരിമുറുക്കങ്ങളും ടെൻഷനും വിഷമവും ഒക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അതിനെയെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതുമാണ് കേട്ടോ. ചെറിയൊരു പ്രശ്നത്തിലൊന്നും നമ്മൾ പതറിപ്പോവാതെ കണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് മടുത്തു പോവാതെ കണ്ട്, നമ്മൾ ആരോടും ഒരു പ്രശ്നത്തിൽ ഡൗൺ ആവാതെ കണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ഡൗൺ ആയിപ്പോയി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പോവാതെ കണ്ട് നല്ല ഊർജ്ജത്തോടു കൂടി, നല്ല എനർജിയോടുകൂടി, നല്ല രീതിയിൽ, നല്ല പവറായി തന്നെ നിന്ന് നമ്മൾ മുന്നോട്ട് വിജയിച്ചു പോകാൻ പ്രത്യേകം സൂക്ഷിക്കണം, ചിന്തിക്കണം കേട്ടോ. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈശ്വര പ്രാർത്ഥന, നിഷ്ഠയോടുകൂടിയുള്ള ശരിയായ രീതിയിലുള്ള ഈശ്വര പ്രാർത്ഥന കൊണ്ട് നമ്മുടെ പല പ്രശ്നങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് അവിടെ കഴിവുപോലെ വഴിപാടുകൾ നടത്തുക. അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് എന്താണോ അതൊക്കെ നമ്മൾ നടത്തി പ്രാർത്ഥിച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കി പോരുമ്പോൾ തന്നെ നമുക്ക് കുറേ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഊർജ്ജം ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഈ പ്രതിസന്ധികളെയൊക്കെ ഒന്ന് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിജയവും നല്ല ശുഭപ്രതീക്ഷകളും നേട്ടങ്ങളും തന്നെയാണ് നമുക്ക് ഈ വർഷം നേടിയെടുക്കാനുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ചെറിയ ചെറിയ രോഗങ്ങൾ ഇടയ്ക്ക് വന്നാൽ അപ്പം തന്നെ ഔഷധം കഴിക്കുക. നമ്മൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് അനങ്ങാതെ ഇരിക്കുകയോ വെച്ചോണ്ടിരിക്കുകയോ ചെയ്തത് അപ്പം തന്നെ നമ്മൾ അതിന് വേണ്ടുന്ന ഔഷധങ്ങൾ കഴിക്കുക, റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്ത് അത് മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനകരമായ ഒരവസ്ഥയാണ് കേട്ടോ. അതുപോലെ തന്നെ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവരൊരു ശ്രദ്ധ വേണം, എപ്പോഴും ശ്രദ്ധയോടുകൂടി വേണം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്താനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പരാജയങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ പേരിൽ നമുക്ക് കണ്ണീരിനുള്ള ഇടയുണ്ടാവുന്ന കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. മനസ്സിന് ഒരു സമാധാനക്കുറവൊക്കെ ഇടയ്ക്ക് തോന്നുകയാണെങ്കിലും ഈ പറഞ്ഞ വഴിപാട് നമ്മൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്നത് ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും. ആരെയും വേദനിപ്പിക്കാതിരിക്കുക. ഇതൊക്കെയാണെങ്കിൽ പോലും ഇവർക്ക് പരിചാരകർ വരെ ഉണ്ടാവാൻ യോഗമുള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ. നല്ല രീതിയിൽ ജീവിത പുരോഗതിയിലേക്ക് എത്തി അതിൽ നല്ല രീതിയിലുള്ള വിജയങ്ങളൊക്കെ നേടിയെടുത്ത് ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണിത്. അപ്പം വലിയ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കണ്ട്, എന്നാൽ അതിലധികം നല്ല നല്ല നേട്ടങ്ങൾ കൂടി നമുക്ക് നല്ല നല്ല വിജയ സാധ്യതകളിലേക്കൊക്കെ എത്തിപ്പെടുവാനും യോഗമുള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് കലാകായിക മേഖലകളിലുള്ളവർക്കൊക്കെ നല്ല വിജയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നിരിക്കലും ഇടയ്ക്ക് പ്രവേശം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നാളുകളൊക്കെ തൊഴിലിടവേളകൾ എടുക്കേണ്ടതായിട്ടൊക്കെ വരാനുള്ള സാധ്യതകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. അതുപോലെ നമുക്ക് എന്താ പറയുക, ശത്രുജയം അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളെയൊക്കെ അവരുടെ മുകളിൽ നമുക്ക് വിജയിക്കുന്നതിനും ശത്രുക്കളിൽ നിന്ന് തന്നെ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ ഇത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് സാമ്പത്തിക പുരോഗതി, അല്ലെങ്കിൽ തൊഴിൽ ലാഭം, തൊഴിലിൽ നിന്ന് മെച്ചങ്ങൾ, സമ്പൽ സമൃദ്ധി, സമ്മാനാദി ലാഭങ്ങളൊക്കെ ഉണ്ടാവാൻ യോഗമുള്ള ഒരു വർഷം കൂടിയാണിത്. അപ്പം ആരോടും നമ്മൾ അമിതമായ ഒരു വിശ്വാസമൊന്നും വെച്ച് പുലർത്താതിരിക്കുക. എന്നിരിക്കലും മറ്റുള്ളവരെ വെറുക്കണമെന്നല്ല, വളരെ നല്ല രീതിയിൽ സ്നേഹമായിട്ട് തന്നെ അവരോട് പെരുമാറുക. അലങ്കാര വസ്തുക്കൾക്ക് വേണ്ടിയൊക്കെ ധനം ചെലവഴിക്കാൻ യോഗമുള്ള ഒരു സമയമാണ് കേട്ടോ ഇത്. അലങ്കാര വസ്തുക്കൾക്ക് ധനം ചെലവഴിക്കുക, അല്ലെങ്കിൽ നമുക്കത് വേണ്ട രീതിയിലേക്ക് അത് പൈസ ഒന്ന് സ്വരുക്കൂട്ടി സേവ് ചെയ്യാനൊക്കെ പറ്റാതെ വരിക, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ഈ ലൈഫിൽ ഈ ധനുക്കൂറുകാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായി വരും എന്നതിൽ വലിയ തർക്കങ്ങളൊന്നും ആവശ്യമില്ല. നല്ല രീതിയിൽ ഈശ്വര പ്രാർത്ഥനയോടുകൂടി നല്ല രീതിയിലുള്ള നിഷ്ഠയോടുകൂടി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിലവിൽ വരുന്നതായ എല്ലാ വിഷയങ്ങളെയും ഓവർകം ചെയ്യാനും നമ്മളെ കൊണ്ട് സാധിക്കും കേട്ടോ. മകരക്കൂറുകാർക്ക് എങ്ങനെയാണ്, ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നോക്കാം. അപ്പം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം വരെ വരുന്ന മകരക്കൂറുകാർക്ക് എങ്ങനെയാണ്, ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നമുക്ക് നോക്കിക്കളയാം. എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടുകൂടി വളരെ ദീർഘവീക്ഷണത്തോടെ ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കുന്നവരാണ്. മനം മയക്കുന്ന എന്താ പറയുക, സംസാര ശൈലിയും സൗന്ദര്യമുള്ളവരുമായിരിക്കും ഈ കൂറിൽപ്പെട്ട അധികം ആൾക്കാർ. ഇപ്പോൾ ഒരു ചോദ്യം വരും, മറ്റു കൂറുകാർ സൗന്ദര്യം ഉണ്ടാവും കേട്ടോ. ഉണ്ട്, ഇല്ലെന്നല്ല, എടുത്തു പറഞ്ഞതാണ്. ഒരു പ്രത്യേകത ഇവരിലുണ്ടാവും. ആരെയും ആകർഷിക്കുന്ന സംസാര ശൈലിയും എല്ലാം ഇവർക്ക് സ്വന്തമാണ്. എല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ചോദിച്ച് ആരും പരാതി പറയരുതേ. പൊതുവിൽ നല്ല വിജയങ്ങളും നേട്ടങ്ങളും അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള നല്ല ബെറ്ററായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയൊക്കെ ആയിരിക്കും ഇവർ ഈ വർഷം കടന്നു പോവുക.
ബിസിനസ് രംഗത്ത് പൊതുവിൽ വലിയ തെറ്റില്ലാത്ത രീതിയിൽ തന്നെയായിരിക്കും ഇവരുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ. മാനസികമായിട്ട് എപ്പോഴും ഒരു സംഘർഷാവസ്ഥയിൽ കൂടിയായിരിക്കും കടന്നു പോവുക. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇവരെ പെട്ടെന്ന് തളർത്തുന്നത് കൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അത് മാറ്റുന്ന, അതായത് നമ്മളൊരു നിസ്സാര കാര്യം ഉണ്ടായി അത് പെട്ടെന്ന് നമ്മൾ ഡൗൺ ആവുന്നു, അപ്പോൾ അതനുസരിച്ച് നമുക്ക് ക്ഷീണങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ അതും ആരോഗ്യമായിട്ട് കൂട്ടിക്കുഴയ്ക്കാതെ അല്ലെങ്കിൽ രോഗമായിട്ട് കൂട്ടിക്കുഴയ്ക്കാത്തൊരവസ്ഥയിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ തന്നെ അതിന് നമ്മൾ സോൾവ് ചെയ്ത് പോവുക എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ലൊരു റെമഡി കേട്ടോ. അതുപോലെ തന്നെ വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലിയിലൊക്കെ കയറാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. വിദേശത്ത് പോയിട്ട് അധികം നാളുകളായിട്ടും നാട്ടിൽ വരുവാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ കാണുന്നതിനും ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ വർഷം അതിന് അനുകൂലമായ സമയങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. എപ്പോഴും ലൈഫിൽ നമുക്ക് ഒരു ഭാവനാ ലോകത്ത് വിഹരിക്കുന്ന ഈ കൂറിൽപ്പെട്ട അധികം ആളുകളെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലവർ 100% സക്സസ് ആകാറുമുണ്ടെന്ന് വേണം നമുക്ക് പറയാറായിട്ട്. ഏകദേശം ഒരു 100 ആളുകളെ എടുത്താൽ ഒരു 10% ആൾക്കാരും അവരുടെ ആ ഭാവനാ ലോകത്തു നിന്ന് ഉരുത്തിരിയുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ ജീവിതത്തിൽ വിജയിച്ച് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ബിസിനസ് പരമായിട്ട് നല്ല പുരോഗതിയുള്ള വർഷമാണ്. ഒന്നിലധികം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഓണർഷിപ്പ് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ. പുതിയ വീട്, വാഹനം, ആർഭാടങ്ങൾ ഒക്കെ നേടിയെടുക്കാൻ സാധിക്കും. ആരോഗ്യപരമായിട്ട് ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ മാനസികമായിട്ട് പിരിമുറുക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്നുമായിട്ട് ഒരകൽച്ചയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മാനസികമായിട്ടും അല്ലെങ്കിൽ നമുക്കെപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന, നമുക്കെപ്പോഴും ഏതൊരാവശ്യത്തിനും ഓടി വരുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നവരിൽ നിന്നൊക്കെ മാനസികമായ ഒരകൽച്ച നമുക്ക് പാലിക്കേണ്ടതായിട്ട് വരാനുള്ള സാധ്യതയുള്ള വർഷമാണ്. പിന്നെ നമുക്ക് വീട് അല്ലെങ്കിൽ വാഹനം ഇവയൊക്കെ നേട്ടം തന്നെയാണെങ്കിലും ഇതിൽ നിന്നൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാനും സൂക്ഷിക്കണം. അപ്പോൾ ഒരു ഭൂമി വാങ്ങുമ്പോൾ നമ്മൾ വളരെ കൃത്യതയോടെ, വളരെ ആലോചിച്ച്, വളരെ അന്വേഷിച്ചൊക്കെ വാങ്ങാൻ ശ്രമിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ചതിയൊക്കെ പറ്റാനുള്ള സാധ്യത ഉണ്ടാവും കേട്ടോ. അപ്പോൾ ധനനഷ്ടം, വാഹനത്തിനോ അല്ലെങ്കിൽ വീടിനോ അല്ലെങ്കിൽ സ്ഥലത്തിനൊക്കെ പോയി നമ്മൾ പൈസ കൊടുത്തിട്ട് അതിൽ നിന്നൊരു ധനനഷ്ടം ഉണ്ടാവാണ്ടിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു കെയറിങ് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് പറയാവുന്നത് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്വല്പം അലസതാഭാവമൊക്കെ ഇവർക്ക് ഉണ്ടാവും. അപ്പോൾ അത് പേരൻസ് മുൻകൈ എടുത്ത് ഇവരെ അലസതയൊന്ന് മാറ്റി ഒന്ന് പഠിക്കാനൊന്ന് ബൂസ്റ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇവർ ഏത് വിജയങ്ങളും നേടിയെടുത്തുകൊണ്ട് വരാൻ തക്ക പ്രാപ്തരാണ് കേട്ടോ. അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ ജോലി ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടെങ്കിലും അതിന് വേണ്ടുന്ന ഇവർക്കിടെ ആ മനസ്സിൻ്റെ ഭാവനയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഇവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലിയൊന്നും ഇവർക്ക് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പെട്ടെന്ന് നിരാശരാവാതെ നമ്മൾ വീണ്ടും വീണ്ടും അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ചിലരുണ്ട് ജോലിക്ക് ഒരുപാട് സാധ്യതകളുണ്ടെങ്കിൽ പോലും ജോലിക്ക് പോകാതെ കണ്ട് അലസത അല്ലെങ്കിൽ മടിയൊക്കെ പിടിച്ച് വീട്ടിലിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ മകരക്കൂറിൽ. അപ്പം അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സമൂഹത്തിൽ ഒരിക്കലും നമ്മൾ പുറകോട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ മുന്നോട്ട് വരണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം ആവശ്യമാണ്, സമൂഹത്തിൽ നല്ല ജോലി ആവശ്യമാണ്. അപ്പം നമ്മൾക്ക് അറിയുന്ന എന്ത് ജോലിയാണേലും അത് നല്ലത് തന്നെയാണ് അല്ലേ. നമുക്ക് അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഏത് ജോലിയും നമുക്ക് നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജോലി എന്ത് തന്നെയാണേലും അത് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് അധ്വാനിക്കുക, പ്രയത്നിക്കുക. ജോലിയുടെ കാര്യത്തിൽ മടി പിടിച്ചൊരിക്കലും നമ്മൾ പുറകോട്ടേക്ക് പോവരുത്. സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ജോലി അത്യന്താപേക്ഷിതമാണ്, ആവശ്യമാണ്. അപ്പോൾ ജോലിയുടെ കാര്യത്തിൽ ഒരു മടിയോ ഒരു അലസതയോ വിചാരിക്കാതെ കണ്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുക. ജോലിയിൽ അപ്പം നമുക്ക് പ്രവേശിക്കാനും അതിനുവേണ്ടി നമുക്ക് ജോലി ഉണ്ട്, കിട്ടും, അന്വേഷിച്ചാൽ കിട്ടും, കിട്ടാതെ വരില്ല. അപ്പം നമ്മൾ ഒരു കാരണവശാലും ജോലിയുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമില്ലാത്ത പ്രവൃത്തി അല്ലെങ്കിൽ ഒരു നിലപാട് നമ്മൾ എടുക്കരുത് കേട്ടോ. ജോലിക്ക് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക, ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ടിറങ്ങുക. അതുപോലെ തന്നെ പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ, സൗന്ദര്യവർദ്ധക മേഖലയിലൊക്കെ നിൽക്കുന്നവർ അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യന്, ബ്യൂട്ടി പാർലറിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പഠിച്ചിട്ട് നിൽക്കുന്നവർക്കൊക്കെ വൻ തൊഴിലവസരങ്ങൾ നേടിയെടുക്കാനും ധനലാഭം അല്ലെങ്കിൽ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഒക്കെ യോഗമുള്ളൊരു സമയമാണ്. കലാ കായിക മേഖലകളിലൊക്കെ ഉള്ളവർക്ക് നല്ല വിജയമുള്ളവരായിരിക്കും. സിനിമാ പ്രവർത്തനങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് നല്ല രീതിയിൽ വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ ഈ വിഷുവിന് തൊട്ട് ഉള്ള ഒരു സമയമെന്ന് പറയുന്നത്.
നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനലാഭങ്ങൾ, ബന്ധങ്ങൾ ഒക്കെ നമ്മളെ തേടി വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് മുഖം തിരിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കാതെ എനിക്ക് ഈ വർഷം നല്ല സമയമൊക്കെ ആണല്ലോ, അപ്പം ഞാനൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഒന്ന് അധ്വാനിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള വിജയം നേടാനും നല്ല ഉന്നതിയിലേക്ക് പ്രവേശിക്കാനും സാധിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ആരോപണങ്ങളൊക്കെ ഉണ്ടാവും. ആരോപണങ്ങൾ അല്ലെങ്കിൽ മാനഹാനി പോലെയുള്ള നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണല്ലോ നമുക്ക് പെട്ടെന്ന് വിഷമം ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ മാനഹാനി എന്നൊക്കെ പറയാം. ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. നമുക്ക് വായും മനസ്സും അറിയാത്ത കാര്യങ്ങൾ ഒരാൾ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ അപവാദം പറയുക അല്ലെങ്കിൽ മാനഹാനിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മുടെ തലയിൽ വരുമ്പോഴൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കണ്ടതിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രയവിക്രയ കാര്യങ്ങളിലൊക്കെ നമ്മൾ മനസ്സുപോലും അറിയാത്ത കാര്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ആരോപണ വിധേയരാകാൻ സാധ്യതയുണ്ടാവും. അത് ജോലിയിൽ നിൽക്കുന്നവരും ശ്രദ്ധിക്കുക കേട്ടോ. ജോലി സ്ഥലത്ത് നിന്നൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം. ഏത് കാര്യങ്ങളും വളരെ ചിന്തിച്ച് പ്രവർത്തിച്ച് ആലോചിച്ച് ചെയ്യുന്നവരാണ് മകരക്കൂറുകാരെങ്കിൽ പോലും ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ. അതുപോലെ തന്നെ നല്ല നല്ല നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ നമ്മളെ തേടിയെത്തുക തന്നെ ചെയ്യും. സാമ്പത്തികപരമായിട്ടൊക്കെ ഉള്ള പുരോഗതി ഉണ്ടാവും. പക്ഷെ ധനം ദുർവ്യയം ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം സൂക്ഷിക്കുക. അതുപോലെ തന്നെ സഞ്ചാരം, അമിതമായിട്ടുള്ള സഞ്ചാരം കൊണ്ടുള്ള ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. ജോലി സംബന്ധമായിട്ടൊക്കെ ഒരുപാട് സഞ്ചാരങ്ങൾ, യാത്രകളൊക്കെ വേണ്ടി വരുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ അപ്പോൾ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധ പുലർത്തുകയും ചെയ്യണം. നല്ല വാക്ക് ശോഭയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ നല്ല വാക്ക് ചാതുര്യമുള്ളവരായിരിക്കും ഈ കൂറിൽപ്പെട്ടവർ. ആരോടും വളരെ നല്ല സന്തോഷപൂർവ്വം സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നവരായിരിക്കും. ഉള്ളിൽ എത്ര ശത്രുതയുണ്ടെങ്കിൽ പോലും പുറമേ അത് കാണിക്കാതെ നല്ല രീതിയിൽ സംസാരിച്ച് ആ സംസാരത്തിൻ്റെതായ ശൈലി കൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നവർ കൂടിയായിരിക്കും കേട്ടോ ഈ കൂറുകാരൻ. അതുപോലെ തന്നെ സ്ഥാനപ്രാപ്തി, പുരസ്കാരങ്ങൾ, അംഗീകാരങ്ങൾ, വിജയങ്ങൾ ഇവയും നമുക്ക് നേടിയെടുക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ശ്രമിച്ചാൽ മതി. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരു ചെറിയ ശ്രദ്ധ വേണം എന്നതിലുപരി നമുക്ക് വലിയ വലിയ വിഷയങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമയം കൂടിയാണ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ നല്ല രീതിയിലുള്ള വിജയങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുഫലം. കുംഭക്കൂറുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കിക്കളയാം. അവിട്ടമര, ചതയം, പൂരുരുട്ടാതി മുക്കാല് വരുന്ന കുംഭക്കൂറുകാർക്ക് വളരെ നല്ല സമയം തന്നെയാണ്. സന്തോഷകരമായ ദിനങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ മുൻ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് നല്ല ജീവിത പുരോഗതിയും സാമ്പത്തിക മേന്മയും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ്. ആരോപണങ്ങളിൽ തളരാതെ അതിജീവിക്കാൻ കരുത്തുള്ളവരായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കതൊന്നും പുത്തിരിയല്ല, ഇതൊക്കെ എത്രയോ കേട്ടിരിക്കുന്നല്ലേ, അങ്ങനെയൊക്കെ അങ്ങ് കടന്നു പോകും. അപ്പോൾ ആരോപണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വർഷമാണ്. അപ്പോൾ അതിനൊന്നും നമ്മൾ വലിയ മുഖവില കൊടുക്കാണ്ടിരുന്നാൽ മതി, നമ്മൾ പ്രതികരിക്കാൻ പോവാതിരുന്നാൽ മതി. അപ്പോൾ അതങ്ങ് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് കടന്നു പോയിക്കോളും. അതുപോലെ സഞ്ചാര യോഗം, അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് സഞ്ചരിക്കാനുള്ളതായ അവസ്ഥകൾ. അപ്പോൾ സഞ്ചാരത്തിൻ്റെ ക്ഷീണങ്ങൾ, അത് നമ്മൾ പറയില്ലേ, ദീർഘദൂര യാത്രകൾ, വിദേശ യാത്രകൾ, അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം തരുന്നവരുമൊക്കെയുള്ള സഞ്ചാരങ്ങൾ, യാത്രകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വർഷമാണ്. സ്വന്തം ആരോഗ്യ കാര്യങ്ങളിൽ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധയും ആവശ്യമാണ് കേട്ടോ. കാരണം ഈ സഞ്ചാരത്തിനൊക്കെ നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോൾ ഒരു പരിധി വരെയും നമുക്ക് നമ്മുടേതായ ഒരു എന്താ പറയുക, ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ഉറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല, എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മളൊരു ടൈം ടേബിൾ വെച്ചെന്ന് പറഞ്ഞ പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോയില്ല എങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആരോഗ്യകാര്യത്തിൽ നമുക്ക് പണി കിട്ടും. അതല്ല എങ്കിൽ ആരോഗ്യകാര്യത്തിലൊന്നും വലിയ കുഴപ്പം ഈ കൂറുകാർക്ക് വരാൻ യാതൊരു സാധ്യതയുമില്ല കേട്ടോ. പൊതുവിൽ വളരെ നല്ല സമയം തന്നെയാണ്. മുൻ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് നല്ല സമയമാണ്. അത്യാവശ്യം കുറച്ച് ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കാനും അതിനെയെല്ലാം നമുക്ക് ഓവർകം ചെയ്യാനും സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ്. ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ തളർന്നു പോവാതെ
ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു, ഇതൊക്കെ നിസ്സാരം എന്നുള്ള രീതിയിൽ അങ്ങ് ഓവർകം ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കിതിനെയൊക്കെ നല്ല രീതിയിൽ വിജയിച്ച് മുന്നോട്ട് വരാൻ പറ്റുന്ന ഒരു വർഷമാണ് കേട്ടോ. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും നമുക്ക് കൊണ്ടുതരും. സാമ്പത്തികമായ പുരോഗതി, അത് ക്രമാതീതമായ വർധനവ് തന്നെ ഉണ്ടാവും കേട്ടോ. നമുക്ക് ഒരു മാർഗത്തിലായിരിക്കില്ല, പല ഇതിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ് മാത്രം ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടി അടുത്തൊരു ബിസിനസ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പല ഷെയർ മാർക്കറ്റിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പല രീതിയിലുള്ള വരുമാനം നമ്മളിലേക്ക് എത്തപ്പെടാൻ യോഗമുള്ളൊരു വർഷമാണ് കേട്ടോ. അതുപോലെ മാനസികമായിട്ട് കുറച്ച് പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അതിലുപരി മാനസിക ഉല്ലാസം ലഭിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കുന്നത്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി എന്ന് വിചാരിക്കുന്ന പലതും നമുക്ക് കിട്ടുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമായിരിക്കാം. നമ്മുടെ കഴിവുകളൊന്നും കുറഞ്ഞിട്ടില്ല എന്നും നമ്മുടെ കഴിവുകൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നിലുണ്ട് എന്ന് ചിന്തിച്ചു പോയാൽ അതിന് നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നേടിയെടുത്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. സുഹൃത്ത് ബന്ധങ്ങളൊക്കെ, ധാരാളം സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടാവാൻ യോഗമുള്ള ഒരു സമയമാണ്. സുഹൃത്തുക്കളിൽ നിന്നൊക്കെ നേട്ടങ്ങൾ, അല്ലെ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാവാൻ, അല്ലെങ്കിൽ സഹായങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഒരാളിൽ നിന്ന് സഹായം മേടിച്ചാൽ നാളെ നമുക്കതൊരു വിനയാവില്ലേ? അങ്ങനത്തെ സഹായമല്ല. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഹെൽപ്പ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വർക്ക് നമുക്ക് പിടിച്ചു തരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമുക്കതൊരു ഇന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബിസിനസ് പരമായിട്ടുള്ള ഒരു ഹെൽപ്പ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ ഒരിക്കലും ഒരു സഹായം പറ്റുക എന്നുള്ള മൈൻഡിലല്ല കേട്ടോ ഉദ്ദേശിച്ചത്. കാരണം നമ്മളൊരാളോട് സഹായം പറ്റിയാൽ നമുക്ക് അവിടെ ഒരു വിധേയത്വം കൂടി ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളവിടെ എന്താ പറയുക, പെട്ടു പോകുന്ന അവസ്ഥയാവും, നമുക്ക് നമ്മുടേതായ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് മാക്സിമം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും ആരിൽ നിന്നും ഒരു സഹായങ്ങൾ സ്വീകരിക്കാതിരിക്കുക. നമ്മൾ ചെയ്യുന്ന ജോലിയുടെ കൂലി വാങ്ങുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമ്മൾ അത് ചെയ്യുക, ആ ആശയവിനിമയം നടത്തുക, അല്ലെങ്കിൽ നമ്മുടെ ഇത് കറക്റ്റ് ഫോക്കസ് ചെയ്ത് പോവുക. അല്ലാതെ നമ്മളൊരു സഹായം പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നാളെ നമുക്കത് ഭയങ്കരമായ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരവസ്ഥ കൂടി ഇതിലുണ്ടാക്കും കേട്ടോ. കാരണം അവർക്കൊരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഹെൽപ്പ് ചെയ്യാൻ ആ സമയത്തില്ല എങ്കിൽ അത് മാനസികമായൊരു പക്ഷേ അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കിത്തരാൻ സാധ്യതയുണ്ടാവും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം കെയർ ചെയ്യണം. അപ്പോൾ ആരെയും അങ്ങനെ വകവെച്ച് അല്ലെങ്കിൽ ആരുടെയും മുമ്പിൽ കൈനീട്ടി നിന്ന് ശീലമൊന്നും ഇല്ലാത്തവർ തന്നെയാണ് ഈ കുംഭക്കൂറുകാർ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പരാജയത്തിൻ്റെ കയ്പുനീരൊക്കെ ധാരാളം കുടിച്ച് ഇനിയിപ്പോൾ എന്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് ശീലമായി എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ അപ്രതീക്ഷിതമായ നേട്ടങ്ങളൊക്കെ ഈ വർഷം നമുക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. ചെറിയ ചെറിയ ആരോപണങ്ങളൊക്കെ കേൾക്കുമെങ്കിൽ പോലും അവയിലൊന്നും നമുക്ക് വലിയ കുലുക്കൊന്നും വരേണ്ട കാര്യമില്ല. കാരണം ഇതിനപ്പുറം നമ്മൾ കേട്ടിട്ടുണ്ടെന്നുള്ള മൈൻഡിൽ നമ്മളങ്ങ് നിന്നാൽ ഈ പറയുന്നവർ തന്നെ മടുത്തങ്ങ് നിർത്തിക്കോളും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും നമ്മൾ വലിയ സങ്കടപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഓരോ സ്ഥാപനങ്ങളുടെയൊക്കെ ഭരണ ചുമതല അല്ലെങ്കിൽ മേലധികാരിയാകാനൊക്കെയുള്ള യോഗങ്ങളുള്ള ഒരു സമയമാണ്. വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയുണ്ട്. നാട്ടിലാണെങ്കിലും ജോലി ഇപ്പോൾ ഉള്ള നമുക്ക് കിട്ടിയ ജോലി നമ്മുടെ പഠനത്തിന് ആനുപാതികമായിട്ടുള്ളതല്ല എങ്കിൽ നല്ല ജോലിക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല ജോലി കിട്ടാനും അതിൽ നിന്ന് പുരോഗതി കൈവരിക്കാനും ഒക്കെയുള്ള ഒരു സമയം കൂടിയാണ് ഈ വർഷം നമുക്ക് കടന്നു വരുന്നത്. നല്ല രീതിയിൽ ജീവിതത്തിൽ വിജയിക്കാനും നല്ല രീതിയിൽ നമുക്ക് പുരോഗതി നേടിയെടുക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെട്ടു പോയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് റിവേഴ്സ് ആവുന്നത് കൂടുതൽ നമുക്ക് മുന്നോട്ട് പോകാനാണെന്നുള്ള ചിന്തയോടുകൂടി തന്നെ നമ്മൾ മൈൻഡിനെ പറഞ്ഞു പഠിപ്പിക്കുക. അതിനുവേണ്ടി തന്നെയാണ്. അപ്പോൾ എന്തൊരു പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രതിസന്ധി ഉണ്ടാവുമ്പോഴും പതറുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് മുരടിക്കുകയല്ല വേണ്ടത്, വിഷമിക്കുകയല്ല വേണ്ടത്. ഇതിലും നല്ലതായ ഒരു വഴി, അല്ലെ നമ്മൾ പോകുന്ന റൂട്ടിൽ എവിടെയോ ഒരു തെറ്റുണ്ട്, അതൊന്ന് കറക്ഷൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ അല്ലെ ഒരു പ്രതിസന്ധി വന്നത് എന്ന് ചിന്തിച്ച് ധൈര്യമായിട്ട് ധീരതയോടെ മുന്നേറിയാൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വിജയങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ ഒരു പരിധി വരെയും കുറേ മനസ്സൊക്കെ വിഷമിച്ച് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ പറയും, അതൊക്കെ ഞങ്ങൾ എത്ര കേട്ടിരിക്കുന്നു, ഇനിയും നിങ്ങളിങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കും. പക്ഷെ അങ്ങനല്ല, ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ മൈൻഡിൻ്റെ തീരുമാനമാണ്. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ തീരുമാനിച്ചാൽ അത് നേടിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. അതിനുള്ള ഒരു അവസരം നമുക്ക് പ്രപഞ്ചം ഒരുക്കി തരുമെന്നുള്ളതാണ് ഏറ്റവും സത്യസന്ധമായ കാര്യം.
ഇപ്പം നമ്മൾ ഈ ഫലങ്ങൾ പറയുന്നുണ്ട്, ഒരു കൂറ് ബേസിലായാലും നക്ഷത്ര ബേസിലായാലും പറയുമ്പോൾ അതൊരു വ്യക്തിയിലേക്ക് പ്രതിഫലിക്കണമെങ്കിൽ ആ വ്യക്തി കൂടി മനസ്സറിഞ്ഞ് തീരുമാനിച്ചിറങ്ങണം. കാരണം എനിക്കിത് ഇന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, ഇതിനെ എനിക്ക് ഓവർകം ചെയ്താൽ നല്ല നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റും, അപ്പം ഞാനിതിനെ ഓവർകം ചെയ്യും അല്ലെ ചെയ്തിരിക്കും എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രപഞ്ചത്തിന് തരാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് വൈബ് വന്നെന്നറിയാം. ആ പോസിറ്റീവ് വന്നാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്കൊന്നും സാധിച്ചില്ലേ, ഈ പറയുന്നതൊക്കെ എന്നത്തെ കാലത്ത് നടക്കും എന്ന് ചിന്തിക്കുകയല്ല വേണ്ട. ഇത് നടക്കും, അല്ലെങ്കിൽ ഇത് നടത്തിയെടുക്കണം, ഇതിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഓവർകം ചെയ്യണം, അതിനെ ഓവർകം ചെയ്തുകൊണ്ട് എനിക്ക് പോസിറ്റീവ് മാത്രം നേടിയെടുത്ത് അടുത്ത വിഷുവിലേക്ക് എനിക്ക് സന്തോഷമായിട്ടിരിക്കണമെന്നും നമ്മുടെ മൈൻഡ് കൊണ്ട് നമ്മൾ എപ്പോൾ തീരുമാനിക്കുന്നു ആ നിമിഷം മുതൽ നമ്മുടെ വളർച്ച തുടങ്ങും. അവിടെ തുടങ്ങും നമ്മുടെ സ്റ്റാർട്ടിങ് വിജയം. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലുള്ള പുരോഗതികളും നേട്ടങ്ങളും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ്. നമ്മുടെ അനാസ്ഥ കൊണ്ടും നമ്മുടെ ശ്രമം ഇല്ലായ്മ കൊണ്ടും നമ്മളത് ഒരിക്കലും നശിപ്പിച്ച് കളയരുത്. നല്ല രീതിയിൽ അതിലേക്ക് എത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഗണപതി പൂജകൾ, ഗണപതി മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ആ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറി എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പം തന്നെ നമ്മൾ എന്താ പറയുക, ഈ കുംഭക്കൂറിൽപ്പെട്ട പകുതി ആളുകളും ദൈവവിശ്വാസം നശിച്ച ഒരവസ്ഥയിലായിരിക്കും. കാരണം ദൈവമൊന്നും ഇല്ല, എന്നും കഷ്ടപ്പാട് തന്നെയാണ്, അല്ലെ എന്നും ഇങ്ങനെ വിഷമം തന്നെയാണ്. അതങ്ങ് മൈൻഡിൽ നിന്ന് മാറ്റൂ. കാരണം നമ്മൾ ചെയ്യുന്നത് എന്തോ അതിനാണ് ഫലം തരാൻ ദൈവത്തിന് പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനുള്ള കഴിവും പ്രാപ്തിയും തകർത്തവും ബുദ്ധിയും ഒക്കെ ദൈവം തന്നിട്ടുണ്ട്. ഇനി അതെല്ലാം എടുത്ത് ഉപയോഗിക്കുക എന്നുള്ള നമ്മുടെ കടമയല്ലേ. ഒരു പരീക്ഷയ്ക്ക് എഴുതാനിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടി, ആൻസർ എഴുതേണ്ട പേപ്പറും കിട്ടി. ആ ക്വസ്റ്റ്യൻ വായിച്ച് അത് പേപ്പറിലേക്ക് പകർത്താൻ നമ്മൾ എഴുതിയാലല്ലേ നമുക്ക് മാർക്ക് കിട്ടൂ എന്ന് പറഞ്ഞ പോലെ ദൈവം നമുക്ക് എല്ലാ അവസരങ്ങളും തന്നിട്ടുണ്ട്. അത് വേണ്ട രീതിയിൽ അതായത് നല്ല രീതിയിൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിച്ച വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ അതിനു വേണ്ടി ഒന്ന് ട്രൈയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒന്ന് പഠിച്ചിട്ട് വേണ്ട ഒന്ന് വായിച്ചിട്ടെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആൻസർ ഷീറ്റിൽ എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ദൈവം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും തരും, ആൻസർ ഷീറ്റും തരും. അതിലെന്തെഴുതണം, ഏതെഴുതണം, എഴുതണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ചുമതലയാണ്. എന്നിട്ട് നമുക്ക് കിട്ടിയ മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറയുന്നതിൽ വെറുതെയാണ്, ഒരു കാര്യമല്ല. അതിൻ്റെ തെറ്റുകാരാരാ? നമ്മൾ തന്നെ. നമ്മൾ എഴുതി വയ്ക്കാത്തതുകൊണ്ടല്ലേ നമുക്ക് മാർക്ക് കിട്ടാത്തത്. അപ്പം നമ്മൾ പ്രവർത്തിക്കാത്ത കൊണ്ടാണ് നമുക്ക് ഫലങ്ങൾ കുറഞ്ഞു പോയാൽ കുറയുക എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മുടെ തെറ്റാണ്. അതിനുവേണ്ടി അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കറക്ഷൻ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിജയിക്കും കേട്ടോ. വിജയിക്കാതിരിക്കില്ല, വിജയിക്കും. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലൊക്കെ പുരോഗതി ഉണ്ടാവുന്ന ഒരു സമയമാണ്. അതുപോലെ വിദ്യാഭ്യാസം ചെയ്യുന്ന ഈ കുംഭക്കൂറുകാർക്കും നല്ലൊരു സമയമാണ്. ജീവിതത്തിൽ പുരോഗതികളും നേട്ടങ്ങളും ഉണ്ടാവും. വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ ഈ വർഷം ശ്രമിച്ചാൽ വിവാഹമൊക്കെ നടക്കും കേട്ടോ. വിവാഹം നടക്കും, നല്ല നല്ല ബന്ധങ്ങളൊക്കെ കിട്ടും. അതുപോലെ സന്താന യോഗമൊക്കെയുള്ള സമയമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാവിധമായ സുഖസൗകര്യങ്ങളും നമ്മളെ തേടിയെത്തുകയും വിധമായ നേട്ടങ്ങൾ നമുക്ക് സ്വന്തമാക്കാനും സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ ഈ വിഷു. പൂരുരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി വരുന്ന മീനക്കൂറുകാർക്ക് വളരെ നല്ല ഗുണഫലങ്ങളാണ് ഈ വർഷം കാത്തിരിക്കുന്നത്. ആഗ്രഹിക്കുന്ന ഏതു മേഖലയിൽ കടന്നെത്തുന്നതിനും വിജയം നേടുന്നതിനും സാധിക്കുന്ന വർഷമാണ്. സാമ്പത്തികമായ പുരോഗതികൾ നേടുന്നതിനും ജീവിതത്തിൽ വിജയിക്കാനും ഒരുപാട് സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് കേട്ടോ. ആരോപണങ്ങളൊക്കെ ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ്. ചെറിയ ചെറിയ മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകും. ആരോഗ്യ വിഷയത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും എങ്കിൽ പോലും ആരോഗ്യകാര്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഒക്കെയുള്ള നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്ഷീണമൊക്കെ വന്നാൽ നമുക്ക് വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ആരോടും അമിത വിശ്വാസം കൊണ്ട് ജാമ്യം നിൽക്കാനും അല്ലെങ്കിൽ ചെക്ക് കൊടുക്കാനൊന്നും പോകരുത് കേട്ടോ. ജാമ്യം നിൽക്കുക, ഒപ്പിട്ട് കൊടുക്കുക, അതൊക്കെ ലാസ്റ്റ് കറങ്ങിത്തിരിഞ്ഞ് നമുക്ക് തന്നെ ഒരു പുലിവാലാവാനുള്ള സാധ്യതയൊക്കെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. പക്ഷെ കഠിനമായ ഒരു ശ്രമം കൂടി അതിനാവശ്യമുണ്ട്. ചിലരുണ്ട് പഠിച്ചില്ലെങ്കിൽ പോലും പ്രാർത്ഥിച്ച് നമ്മളങ്ങ് എഴുതി കഴിഞ്ഞാൽ ഏകദേശം ഒരു 50% പഠിച്ചാൽ ഒരു 60% മാർക്ക് കിട്ടും. ചിലരുണ്ട് 100% പഠിച്ചാൽ 50% മാർക്ക് കിട്ടുന്ന ആ ഒരവസ്ഥ ഇപ്രാവശ്യം ഈ മീനക്കൂറുകാർക്ക് പറയാം നമുക്ക്. അപ്പോൾ വിദ്യാർത്ഥികളൊക്കെ നല്ല രീതിയിലൊന്ന് തുടക്കം മുതൽ തന്നെ പഠനത്തിലൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള വിജയം കൂടി നേടിയെടുക്കാൻ സാധിക്കും.
പ്രതീക്ഷിക്കുന്നതിലും നല്ല വിജയം നമുക്ക് നേടാൻ സാധിക്കും കേട്ടോ. ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ ഈ വർഷം അതിനു വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ നല്ല ജോലി, നമ്മുടെ പഠനത്തിന് തക്കതായ രീതിയിലുള്ള ജോലികളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ട്. അതുപോലെ നമുക്ക് പ്രമോഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ കാലമായിട്ട് ശ്രമിക്കുന്നവർക്ക് ഈ വർഷം ശ്രമിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ്. ചുറ്റിനും നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളും അല്ലെങ്കിൽ വീട്ടുകാരും ഒക്കെ ബന്ധുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പ്രതീതി നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വർഷമാണ് കേട്ടോ. മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ നമുക്ക് മൈൻഡിൽ തോന്നാത്ത, അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്കൊക്കെ നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് കടന്നു പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും. എങ്കിലും ഒന്ന് മാത്രം വിചാരിക്കുക, നിങ്ങളിലുള്ള സ്വന്തം ശക്തി തന്നെ വളരെ നല്ല പവറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തളരാതാകട്ടെ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വിഷമമാവും എന്നുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞ് അവരെയും കൂടി വിഷമിപ്പിക്കാൻ നിൽക്കുന്നവരല്ല പൊതുവിൽ മീനക്കൂറുകാർ. അപ്പോൾ നമ്മൾ അതിന് നിൽക്കാതെ കണ്ട നല്ല രീതിയിൽ നല്ല ചിന്തയോടും നല്ല പ്രവൃത്തിയോടും കൂടി നമ്മൾ മുന്നോട്ട് വിജയിച്ച് പോയെന്നാൽ നമുക്ക് നല്ല രീതിയിലുള്ള വിജയങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് പതറിപ്പോവാതെ ഉണ്ട്, അല്ലെങ്കിൽ ആ പതറുന്ന സമയത്ത് നമുക്ക് ഒരാവശ്യമെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ബൂസ്റ്റിംഗ് ലഭിക്കുന്ന സുഹൃത്തുക്കളോട് മാത്രം അത് പറയുക, നമ്മളെ വീണ്ടും നെഗറ്റീവ് പഠിപ്പിക്കുന്നവരോട് പറയാതെ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ലൈഫിൽ വിജയിക്കാൻ സാധിക്കും. ആഗ്രഹങ്ങളെല്ലാം ശ്രമിച്ചാൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. പല ആഗ്രഹങ്ങളും നമുക്ക് നടത്തിയെടുക്കാൻ അല്ലെങ്കിൽ നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചിട്ട് പിന്നെ ആട്ടെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത് വയ്യ മടുത്തു എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് നിരാശയിൽ കൂടിയായിരിക്കും നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ വർഷം ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാനും ജീവിതത്തിലെ പുരോഗതികളൊക്കെ കൈപ്പിടിയിൽ ഒതുക്കാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടേതായ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റിമറിക്കാനും ഒക്കെ സാധിക്കുന്ന വർഷമാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക, ഇനി അനുഭവിക്കാനൊന്നുമില്ലേ എന്ന് പറയുന്നവരായിരിക്കും ഈ മീനക്കൂറുകാരൻ. അപ്പോൾ അവരോടൊന്നേ പറയാനുള്ളൂ, അത് നമ്മളൊന്ന് ശ്രമിക്കൂ, രക്ഷപ്പെടാനൊന്ന് ശ്രമിക്കൂ. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അത് സാധിക്കും. നമ്മുടെ മൈൻഡിലാണ്, നമ്മുടെ മനസ്സിലാണ്. നമ്മൾ തീരുമാനിക്കുക ഞാൻ വിജയിക്കും. ഈ ഓട്ട മത്സരത്തിൽ വിജയിക്കണോ വേണ്ടയോ എന്നുള്ളത് അവനവൻ്റെ മാത്രം തീരുമാനമാണ്. വിജയിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും. നല്ല യോഗങ്ങളും ഫലങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടെങ്കിലും അത് കരസ്ഥമാക്കി നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ പരിശ്രമത്തിൻ്റെ ഫലം കൂടിയാണ് കേട്ടോ. അപ്പം നല്ല ഫലങ്ങൾ നമ്മളിലേക്ക് എത്തണമെങ്കിൽ അത്യാവശ്യം നമ്മുടെ പരിശ്രമം കൂടി അതിനാവശ്യമാണ്. നമ്മൾ നല്ലതുപോലെ കഠിനമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ നേട്ടങ്ങളും വിജയങ്ങളും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതല്ലാതെ എനിക്കിനി കുഴപ്പമൊന്നുമില്ല, നല്ല സമയമല്ലേ, ഞാനിനി ഒന്നിനും പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ വിജയിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തും പോയാൽ നമുക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും. ബിസിനസ്സുകാർക്കൊക്കെ വളരെ നല്ല സമയമാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്നൊക്കെ ഒരു മാറ്റം ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ പോകുന്ന ബിസിനസ് അതുപോലെ പോകട്ടെ, അതിൻ്റെ കൂടെ എക്സ്ട്രാ നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോളൂ. പെട്ടെന്ന് ഈ ബിസിനസ് നിർത്തിയിട്ട് അടുത്ത ബിസിനസ്സിലേക്ക് ചാടരുത്. പെട്ടെന്നുള്ളൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു തിരിമറി നമ്മളെ ചിലപ്പോൾ ഒന്ന് സ്ട്രക്കാക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ആരെയും കൂടുതൽ വിമർശിക്കാനൊന്നും നമ്മൾ നിൽക്കണ്ട, അല്ലെ മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും ഒരു അമിത ശ്രദ്ധയും അമിതമായ ഇടപെടലിനൊന്നും നമ്മൾ പോകരുത്. ലാസ്റ്റ് അത് നമ്മൾ പുലിവാല് പിടിച്ചൊരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അവനവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അതങ്ങ് പോകുന്നതായിരിക്കും ബുദ്ധി. മറ്റൊരാളെ ഉപദേശിച്ച് നന്നാക്കി നേരെയാക്കാൻ പോയിട്ട് ലാസ്റ്റ് നമ്മൾ പണി മേടിച്ച് കെട്ടി നമ്മളെ മറ്റൊരാൾ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക കേട്ടോ. ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിലൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട്, ആരോപണങ്ങളൊക്കെ വരും. അത് എന്തൊരു പ്രവർത്തിക്ക് ഇറങ്ങുന്നവരും കേൾക്കേണ്ടതാണ്. അതൊക്കെ ഇച്ചിരി കേട്ടാലല്ലേ നമുക്ക് വിജയിക്കാനുള്ളൊരു ടെൻഡൻസിക്ക് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ അങ്ങ് കാണുക, അതങ്ങനെ മാത്രം ചിന്തിക്കുക. അതുപോലെ തന്നെ കലാമേഖലയിലൊക്കെ നിൽക്കുന്നവർക്ക് പേര്, പ്രശസ്തി, പുരസ്കാരങ്ങൾ, അംഗീകാരങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നല്ല നല്ല വിജയങ്ങൾ കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. സാഹിത്യകാരന്മാർ, എഴുത്തുകാർ,
അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നൃത്തം, പാട്ട്, ഇങ്ങനെയുള്ള എല്ലാ ചിത്രരചന, ഇതിലെല്ലാം നല്ല രീതിയിലുള്ള ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിർമ്മാണ മേഖലയിൽ നിൽക്കുന്നവർക്കും നല്ല സമയം തന്നെയാണ്. ബിസിനസ്സുകാർക്കും കുഴപ്പമില്ല, നല്ല സമയം തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് അപകീർത്തികളൊക്കെ ഉണ്ടാവും, സാരാക്കണ്ട. കീർത്തി ഉണ്ടെങ്കിൽ അപകീർത്തി കൂടെ കേട്ടാലല്ലേ നമുക്കും ആ കീർത്തി നല്ലതാക്കാനും ആ അപകീർത്തിയിൽ നിന്നുകൊണ്ട് പല പാഠങ്ങൾ പഠിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സൊന്നും അങ്ങ് തളരാതെ നല്ല രീതിയിൽ നമ്മളങ്ങ് ഉത്സാഹിച്ചിറങ്ങിയാൽ മതി. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് വിജയത്തിലേക്ക് പൊക്കോളും കേട്ടോ. അതുപോലെ തന്നെ ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ആ വാക്ക് തർക്കത്തിന് വലിയ വാല്യൂ കൊടുക്കുക, നമ്മളങ്ങ് ഒഴിവായി മാറിയേക്കുക. ഈ വർഷം ആരോടും വലിയ തർക്കിക്കാനൊന്നും നിൽക്കണ്ട. കാരണം നമ്മൾ ആ തർക്കിക്കാൻ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ എനർജി വേസ്റ്റ് ആക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാവില്ല. കാരണം എതിർപക്ഷത്തുള്ള ആൾ നമ്മളാ തർക്കിക്കുന്നത് അല്ലെങ്കിൽ ആ വാക്ക് തർക്കം കൊണ്ട് അവരെന്തെങ്കിലും മനസ്സിലാക്കിയോ പഠിക്കുകയോ ചെയ്തെങ്കിലല്ലേ ആ തർക്കം കൊണ്ട് അർത്ഥമുള്ളൂ. ഇത് രണ്ടും ഉണ്ടാവാൻ പോകുന്നില്ല എങ്കിൽ നമ്മുടെ വെറുതെ എനർജി കളഞ്ഞ് നമ്മൾ അവരോട് തർക്കിച്ച് അവരെ മര്യാദ പഠിപ്പിച്ച് നേരെയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് തോന്നും അവർ പറയുന്നത് ശരിയെന്ന്. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും പോവാതിരിക്കുന്നതായിരിക്കും ഈ വർഷം ബുദ്ധിപരമായ ഒരു നീക്കം കേട്ടോ. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. വിവാഹമൊക്കെ താമസിച്ചിട്ട് അല്ലെങ്കിൽ വിവാഹം നടക്കാതെയൊക്കെ ഇരിക്കുന്നവർക്ക് ഈ വർഷം ശ്രമിച്ചാൽ അതിന് നടക്കും. അതുപോലെ ദമ്പതികൾ തമ്മിൽ കുറവുണ്ട് എങ്കിൽ അത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. ഒന്ന് ശ്രമിച്ചാൽ അതിനൊക്കെ ഒരു പരിഹാരം കാണുന്നതിനും ഒരു യോജിപ്പിലൊക്കെ പോകുന്നതിനും ശ്രമിച്ചാൽ സാധിക്കുന്ന വർഷമാണ്. ഇനി അതല്ല, അത് വേണ്ട എന്ന് ചിന്തിക്കുന്നവർക്കാണെങ്കിലും അത് വേണ്ട എന്ന് വെക്കാൻ പറ്റുന്ന സമയം കൂടിയാണ് കേട്ടോ. നല്ല വിവാഹ ബന്ധങ്ങൾ വരാനും യോഗം. അതുപോലെ ജോലിയിൽ നല്ല പ്രമോഷൻ, ജോലി സാധ്യതകൾ, ജോലി മേഖലകളൊക്കെ നമ്മുടെ കൈപ്പിടിയിലേക്ക് വരാനും ഒരുപാട് സാധ്യതയുള്ള വർഷമാണ്. അതുപോലെ തന്നെ സമ്മാനങ്ങൾ ലഭിക്കുക. പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ നിന്ന് നമുക്ക് ഗിഫ്റ്റുകൾ കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പെട്ടെന്ന് നമ്മൾ ഷോക്കാവുന്ന രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ വരിക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും ഈ വർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ബന്ധുക്കളുടെ സഹായങ്ങളൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട്. നമ്മളൊരു കാര്യം അവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അത് അവർ കേട്ടിട്ട് അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വിജയിക്കാൻ പാടാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് അങ്ങനെയുള്ള സഹായങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. യാത്രകളൊക്കെ ഒരുപാട് ചെയ്യേണ്ടതായിട്ട് വരാനുള്ള യോഗങ്ങളുണ്ട്. യാത്ര കൊണ്ട് സാമ്പത്തികമായ പുരോഗതിയും നേട്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ആരോഗ്യപരമായ കാര്യങ്ങളിൽ നല്ലൊരു ശ്രദ്ധ കൂടി പുലർത്തിയാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ ഈ വർഷം മുന്നോട്ട് പോകും. ഇപ്പോൾ ചോദിക്കും, ഒരു വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നടക്കുമോ? തീർച്ചയായിട്ടും ശ്രമിച്ചാൽ നടക്കും. ഓരോന്നിനും നമ്മളത് എടുത്തു പറയാത്തത്, നമ്മുടെ നല്ലതെന്ന് പറയുമ്പോൾ അത് നമ്മുടെ എന്താഗ്രഹമാണ്. ഇപ്പം എല്ലാവർക്കും ഒരേ ആഗ്രഹങ്ങളാവില്ല, പല പല ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ എന്താഗ്രഹങ്ങളാണേലും അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കൂ. നമ്മുടെ ശ്രമമാണ് നമ്മളെ വിജയത്തിലെത്തിക്കുക. നമ്മുടെ പരിശ്രമം ഇല്ലാതെ കണ്ട് ഒരു കാര്യങ്ങളും വിജയത്തിലെത്തിയ ചരിത്രം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് നല്ല സമയങ്ങൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഊർജ്ജത്തോടു കൂടി പ്രവർത്തിക്കാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടുന്ന നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ മൈൻഡിനെ പാകപ്പെടുത്തി നമുക്ക് വിജയിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഏതൊരു നക്ഷത്രക്കാർക്കും നല്ലത് പറയുമ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, അപ്പോൾ ചേച്ചി ഇനി ഒന്നും പണിക്കൊന്നും പോകണ്ടല്ലോ, പണിക്ക് പോയില്ലെങ്കിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, അതുകൊണ്ട് ഒരു നക്ഷത്രത്തിനാണ് നല്ലത്, നിങ്ങൾക്ക് വലിയ നല്ലതെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്ന് ഞാൻ പറയാറുണ്ട്. തമാശ രൂപേണ അത് പറഞ്ഞാലും വളരെ എന്താ പറയുക, സത്യസന്ധമായ കാര്യമാണ് ഞാൻ പറയുക. നമുക്ക് കിട്ടുന്ന ആൻസർ ഷീറ്റിൽ നമ്മളൊന്നും എഴുതിയിട്ടില്ല എങ്കിൽ നമുക്ക് മാർക്കും വീഴില്ല. അപ്പോൾ നമുക്കൊരു നല്ല അവസരം ഈശ്വരൻ തരുമ്പോൾ ആ അവസരം കണ്ടറിഞ്ഞ് ഉണർന്ന് പ്രവർത്തിച്ച് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് ലൈഫിൽ വിജയിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ പ്രാക്ടിക്കലായിട്ടും കൂടെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് വിജയിക്കണമെങ്കിൽ അധ്വാനം കൂടിയേ പറ്റൂ, കഠിനാധ്വാനം കൂടിയേ പറ്റൂ. അല്ലാതെ വ്യാഴം മാറ്റം വരും, വിഷുമാറ്റം വരും, ഇനി എനിക്കൊന്നും ചെയ്യണ്ടേ, ഞാനൊന്നും ചെയ്യില്ലേ എന്ന് നമുക്ക് പറഞ്ഞ് മടി പിടിച്ച് വീട്ടിൽ ഇരുന്നിട്ട് ലാസ്റ്റ് ജ്യോതിഷന്മാർ പറഞ്ഞു അല്ലെ ജ്യോതിഷികൾ പറഞ്ഞിട്ടാണെന്നും പറഞ്ഞ് പഴിക്കരുത്. അവനവൻ്റെ പ്രവൃത്തി, നമ്മുടെ പരീക്ഷാ പേപ്പറിൽ നമ്മൾ ഒക്കെ സ്കൂൾ കഴിഞ്ഞ് വന്നവരാ അല്ലേ, നമുക്ക് പരീക്ഷയിൽ എഴുതാത്തത് എന്തെങ്കിലും അവർ മാർക്ക് തരുമോ? ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളും എഴുതി വെക്കുന്നത് എന്തോ, നമ്മൾ പ്രവർത്തിക്കുന്നത് എന്തോ അതനുസരിച്ചായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക. ഉറപ്പായിട്ടും നമുക്ക് നല്ല സമയമുള്ളവർ, ഇപ്പോൾ പുതിയ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ അറിയാമെങ്കിൽ
ബിസിനസ് അറിയാമെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുക. ബിസിനസ് ചെയ്യണം എനിക്കൊരു ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ബിസിനസ് അറിയില്ല എങ്കിൽ ബിസിനസ് പഠിച്ചിട്ട് ബിസിനസ് ചെയ്യുക. അല്ലെങ്കിൽ 8 നിലയിൽ പൊട്ടു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ അറിയില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് 9 വട്ടം ചിന്തിച്ചിട്ട് അറിയാവുന്ന കാര്യത്തിൽ മുറുക്കി പിടിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോഴേ പൊതുവിൽ നല്ല സമയം തന്നെയാണ്, വലിയ ദോഷങ്ങളൊന്നുമില്ല, വളരെ നല്ല സമയം തന്നെയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കുണ്ടായാലും അതൊക്കെ നമുക്കുണ്ടെങ്കിലല്ലേ നമുക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ നമുക്ക് അങ്ങ് ഓവർകം ചെയ്യാനേ അതൊക്കെ സാധിക്കും. എന്താ പറയുക, മീനക്കൂറുകാർക്കൊക്കെ നല്ല പ്രാപ്തിയും കഴിവും അല്ലെങ്കിൽ വിജയങ്ങളൊക്കെ നേടിയെടുക്കാൻ ഒക്കെ നല്ല സാധ്യതയുള്ള അല്ലെങ്കിൽ നല്ല മനക്കരുത്തുള്ളവർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മളങ്ങ് വിജയിച്ച് വരത്തില്ലേ അല്ലേ? അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വിഷു ആശംസകൾ. നന്ദി, നമസ്കാരം.